വിശുദ്ധ തിരുവെഴുത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രാർത്ഥനകളെ കുറിച്ചുള്ള ഒരു പഠനമാണ് നാം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ധാരാളം പ്രാർത്ഥനകളുടെ ഒരു സമൂഹമാണ് വിശുദ്ധ വേദപുസ്തകം. 222 പ്രാർത്ഥനകൾ തിരുവചനത്തിലുണ്ട് എന്ന് ആദ്യമേ ഞാൻ പറഞ്ഞിരുന്നു. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുമായി പ്രാർത്ഥനയുടെ ഒരു ശേഖരം തന്നെയുണ്ട്. ഇതെല്ലാം പഠിച്ചു തീർക്കുക സാധ്യമല്ല. അത് നമ്മൾ ഒരു പ്രാവശ്യമെങ്കിലും വായിക്കുകയാണെങ്കിൽ പ്രാർത്ഥനയുടെ സ്പന്ദനം, ദൈവത്തിന്റെ ഹൃദയത്തിന്റെ തുടിപ്പുകൾ ആ പ്രാർത്ഥനയിൽ കൂടെ നമുക്ക് ഒപ്പിയെടുക്കുവാനായിട്ട് കഴിയും. ഇന്ന് ഒരു തിരുവചന വേദഭാഗം ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് വായിക്കുന്നത് തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 17-ാമത്തെ വാക്യമാണ്. ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ. ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ. ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് പ്രേ വിത്തൗട്ട് സീസിങ്, അല്ലെ പ്രേ കണ്ടിന്യൂസ്ലി. അതിനോട് ചേർന്ന് വരുന്ന മറ്റൊരു ഭാഗം കർത്താവായ യേശുക്രിസ്തു ഒരു ഉദാഹരണത്തിൽ കൂടെ പറഞ്ഞത് ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായം 1-ാമത്തെ വാക്യമാണ്. മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം എന്നുള്ളതാണ്. Men always ought to pray and not lose heart എന്ന് എഴുതിയിരിക്കും. അല്പം വ്യത്യാസം പോലെ തോന്നിയേക്കാം, പക്ഷെ അതിന് മലയാളത്തിൽ അങ്ങനെ തർജ്ജമ ചെയ്യാൻ പറ്റത്തുള്ളൂ. Man always ought to pray. നിർബന്ധമായും തുടർച്ചയായും എപ്പോഴും പ്രാർത്ഥിക്കണം. And not lose heart. Don't faint എന്നൊക്കെ എഴുതിയിട്ടുണ്ട് ചില തർജ്ജമയിൽ. Don't lose heart. നമ്മുടെ മനസ്സ് ഈ കാര്യത്തിൽ തളർന്നു പോകുവാൻ പാടില്ല. വളരെ സുന്ദരമായിട്ടാണ് എബ്രായ വേദപുസ്തകത്തിൽ ആ വാക്യം എഴുതിയിരിക്കുന്നത്. കോൾ നഷ്മ, കോൾ ന അഷ്മ. എബ്രായ വേദപുസ്തകത്തില് സോളിനും ബ്രെത്തിനും ഉപയോഗിച്ചിരിക്കുന്നത് ഏകദേശം സമാനമായ പദമാണ്. സോൾ എന്ന് പറഞ്ഞാൽ ജീവൻ, ജീവൻ എന്ന് പറഞ്ഞാൽ രക്തം. സോളിന് പറയുന്നത് നഷ്മ എന്ന, നഷ്മ. ബ്രീത്ത് അല്ലെങ്കിൽ ശ്വാസത്തിന് പറയുന്ന പേര് നഷീമ എന്നാണ്. ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. നഷ്മ, നഷീമ. അത് ഗ്രീക്ക് വേദപുസ്തകത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ശ്വാസോച്ഛ്വാസം എന്നുള്ള ഒരൊറ്റ പദമാണ്. ശ്വാസോച്ഛ്വാസം അതിന് പറയുന്നത് പ്രോസെക്കമൈ എന്നൊരു പദമാണ്. പ്രോസെക്കമൈ. പ്രോസെക്കമൈ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ ശ്വാസോച്ഛ്വാസം, എബ്രായ ഭാഷയിൽ പറഞ്ഞാൽ നഷ്മ, ശ്വാസോച്ഛ്വാസം. ശ്വാസം എടുക്കുക, ശ്വാസം വിടുക. ഇതാണ് നഷ്മ എന്ന വാക്കിന്റെ അർത്ഥം. അപ്പം ഈ ഗ്രീക്ക് വേദപുസ്തകത്തിൽ പ്രോസെക്കമൈ ചെയ്യണമെന്നാ എഴുതിയിരിക്കുന്നത്. പക്ഷെ അത് മലയാളത്തിൽ തർജ്ജമ ചെയ്തപ്പോൾ മടുത്തു പോകാതെ ഇടവിടാതെ എപ്പോഴും പ്രാർത്ഥിക്കണം. എങ്ങനെ പ്രാർത്ഥിക്കണം? ഞാനും നിങ്ങളും ജീവന്റെ ആധാരമായ രക്തം ശരീരത്തിൽ മുഴുവൻ വ്യാപിക്കുവാൻ കാരണമായ ശ്വാസമെടുക്കുന്നത് പോലെ പ്രാർത്ഥിക്കണം. കുറച്ചു നേരം ശ്വാസം എടുക്കാതെ നിങ്ങൾ എല്ലാവരും ഒന്നിരുന്നേ. അതുപോലെ പ്രാർത്ഥന എന്നാണ് ഈ വാക്യത്തിന്റെ അർത്ഥം. കുറച്ചു നേരം ശ്വാസം എടുക്കാതെ അതിരുന്നേ. നിങ്ങൾ ഉറങ്ങുന്ന സമയത്ത് ശ്വാസം എടുക്കുകയും ശ്വാസം വിടുകയും ചെയ്യുന്നുണ്ട്, നാം അറിയുന്നില്ലെന്ന് മാത്രം. അപ്പം ജീവനാധാരമായിരിക്കുന്ന രക്തം, ആ രക്തം സംക്രമിക്കുന്നതിനാണ് ശ്വാസം എടുക്കുന്നത്. ജീവൻ അല്ലെങ്കിൽ രക്തം ശരീരം മുഴുവനും നിറയുന്നു. ഒരു വ്യക്തി ഉറങ്ങുമ്പോൾ മുകളിൽ നിന്ന് ജീവൻ താഴേക്ക് വലിച്ചെടുക്കുവാൻ ശ്വാസോച്ഛ്വാസം സഹായിക്കുന്നു. ഇത് എബ്രായരുടെ ഒരു പ്രധാനപ്പെട്ട പുസ്തകമുണ്ട്. ആ പ്രധാനപ്പെട്ട പുസ്തകത്തിൽ പ്രാർത്ഥനയെക്കുറിച്ച് വിശദമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. കെഡീസ് എന്ന് പറയുക പുസ്തകം. വളരെ വിശാലമായി പ്രാർത്ഥനയെക്കുറിച്ച് അതിൻ്റെ അകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ജീവന്റെ ആധാരമായ രക്തം ശരീരത്തിൽ നിറയ്ക്കുവാൻ ആ വ്യക്തി ശ്വാസത്തെ എടുക്കുന്നു. ഒരു വ്യക്തി ഉറങ്ങുമ്പോൾ മുകളിൽ നിന്ന് ജീവൻ താഴേക്ക് വലിച്ചെടുക്കുവാൻ ശ്വാസോച്ഛ്വാസം സഹായിക്കുന്നു. ശ്വാസം താഴെ നിന്ന് മുകളിലേക്ക് വിടുന്നു, മുകളിൽ നിന്ന് താഴേക്ക് മടങ്ങുന്നു. ഈ പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് പ്രോസെക്കോമായി.
പ്രോസൊക്കോമായി അല്ലെങ്കിൽ നഷ്മ എന്ന ഭാഷയിൽ പറയും. ഇതേ പ്രക്രിയയാണ് ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന സ്ഥലത്ത് എഴുതിയിരിക്കുന്നത്. അപ്പൊ പ്രാർത്ഥന കൂടാതെ ജീവിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിട്ടാണ് തൽമൂദ് പറയുന്നത്. എബ്രായരുടെ ഒരു വിശുദ്ധ ഗ്രന്ഥമാണ് തനാക്ക് കഴിഞ്ഞാൽ അല്ലെങ്കിൽ തോറ കഴിഞ്ഞാൽ 10 പുസ്തകങ്ങളിൽ വിശുദ്ധ ഗ്രന്ഥമായി രേഖപ്പെടുത്തിയിരിക്കുന്ന, അവര് അംഗീകരിക്കുന്ന ഒരു പുസ്തകമാണ് തൽമൂദ്. അതിൻ്റെ അകത്ത് എഴുതിയിരിക്കുകയാണ് പ്രാർത്ഥന ശ്വാസോച്ഛ്വാസത്തിന് തുല്യമായിരിക്കണം എന്ന് അതിൻ്റെ അകത്ത് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അതിന് ഈ ഗ്രീക്ക് ഭാഷയിൽ പ്രോസെക്കൈമ എന്നൊരു വാക്ക് ഞാൻ പറഞ്ഞു. അതിന് മറ്റൊരർത്ഥവും കൂടെ ഉണ്ട്. അതും കൂടെ ഈ പഠനത്തിലായതുകൊണ്ട് പറഞ്ഞേക്കാം. അത് ഈ പ്രോസെക്കൈമ എന്ന് പറയുന്ന വാക്ക് രണ്ടായിട്ട് തിരിക്കുന്നുണ്ട് അവര്. രണ്ടായിട്ട് തിരിക്കുന്ന ഒന്ന് പ്രോസ്, PROS, പ്രോസ്. മറ്റൊന്ന് യുക്കോമായി എന്ന് പറയും. ഞാനിവിടെ ചാറ്റിൽ എഴുതാം. കണ്ടു എന്ന് വിശ്വസിക്കുന്നു. ഇതാണ് പ്രോസുക്കോമായി എന്ന് പറയുന്നത്. ഇത് ചേർത്ത് വയ്ക്കുമ്പോൾ പ്രോസൈക്കോമായി എന്ന് പറയുന്ന ഒരു വാക്ക് കിട്ടും. പ്രോസ് എന്ന് പറഞ്ഞാൽ ലക്ഷ്യം എന്നാണ് അർത്ഥം. ഗോൾ, മാൻഡേറ്റ് എന്നൊക്കെ പറയാം. പ്രോസ്. എന്നാൽ യുക്കോമായി എന്ന് പറഞ്ഞാൽ പ്രോപ്പർലി അപ്ലൈയിങ് എന്നർത്ഥം. പ്രോപ്പർലി അപ്ലൈയിങ്, ശരിയായി വിനിയോഗിക്കുക, ശരിയായി പ്രയോഗിക്കുക എന്നർത്ഥം. ഇപ്പൊ പ്രോസ് എക്കോമായി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നിങ്ങളുടെ ലക്ഷ്യത്തെ ശരിയായി പ്രയോഗിക്കുക. അതാണ് പ്രാർത്ഥന. അലക്ഷ്യമായി പറയുന്നതല്ല പ്രാർത്ഥന. യാതൊരു ലക്ഷ്യവുമില്ലാതെ തൊടുത്തുവിടുന്നതല്ല പ്രാർത്ഥന. വാക്കുകളുടെ ആലങ്കാരിക ശബ്ദമല്ല പ്രാർത്ഥന. വാക്കുകളുടെ തൊടുത്തുവിടലല്ല പ്രാർത്ഥന. നിങ്ങളുടെ ഹൃദയത്തിന്റെ സ്വപ്നങ്ങളെയും ലക്ഷ്യങ്ങളെയും ദൈവോന്മുഖമായി ശരിയായി പ്രയോഗിക്കുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് പ്രാർത്ഥന. അപ്പൊ പ്രാർത്ഥന എങ്ങനെയായിരിക്കണം? ദൈവത്തോട് നമ്മുടെ ആഗ്രഹങ്ങളെയും സ്വപ്നങ്ങളെയും ലക്ഷ്യങ്ങളെയും അത് ശരിയായി ബുദ്ധിയോടും വിവേകത്തോടും കൂടെ പറയുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് പ്രാർത്ഥന. ഇന്നു മുതൽ അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കണം. അങ്ങനെയുള്ള പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കണം. അതുകൊണ്ടാണ് ഞാൻ ഈ പ്രാർത്ഥനയുടെ ആരംഭ ഭാഗത്ത് തന്നെ, ക്ലാസിന്റെ ആരംഭ ഭാഗത്ത് തന്നെ പറഞ്ഞായിരുന്നു, പ്രേ വിത്ത് സ്പിരിറ്റ്. പ്രേ വിത്ത് സ്പിരിറ്റ്. ആത്മാവ് കൊണ്ട് പ്രാർത്ഥിക്കുക. പ്രേ വിത്ത് വിസ്ഡം എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. പ്രേ വിത്ത് വിസ്ഡം. പലപ്പോഴും നമുക്ക് തെറ്റിപ്പോകുന്നൊരു വാക്കാണ് ആത്മാവ് എന്ന് പറയുന്ന വാക്ക്. ഈ എബ്രായ വേദപുസ്തകത്തിൽ ചോക്മായി എന്നൊരു പദമാണ് ആത്മാവ് എന്ന വാക്കിന് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ചോക്കുമായി എന്നൊക്കെ പറയും. അതിന് ആത്മാവ് എന്നർത്ഥമുണ്ട്, ബുദ്ധി എന്നർത്ഥമുണ്ട്. ബുദ്ധി എന്ന് പറഞ്ഞാൽ അണ്ടർസ്റ്റാൻഡിങ്, അല്ലെ നോളജ് എന്ന് പറയാം. പക്ഷെ വിസ്ഡം എന്നൊരർത്ഥമുണ്ട്. വിസ്ഡം, അതാ ചോക്മായി, വിസ്ഡം. ഇവിടെ ചോക്മായി എന്ന് എഴുതിയിരിക്കുന്നിടത്ത് വിസ്ഡം എന്നാ തർജ്ജമ ചെയ്തിരിക്കുന്നത്. വിസ്ഡം. ഇപ്പൊ എങ്ങനെ പ്രാർത്ഥിക്കണം? നമ്മൾ എന്തിനാ ഈ പ്രാർത്ഥനയെ കുറിച്ച് പഠിക്കുന്നത്? അതിന്റെ ഘടന പഠിക്കുന്ന എന്തിനാണ്? അതിന്റെ പ്രയോഗം പഠിക്കുന്ന എന്തിനാണ്? അതിന്റെ ഡോക്ട്രിൻ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട എന്തിനാണ്? വിവേകത്തോടുകൂടെ പ്രാർത്ഥിക്കേണ്ടതിന് വേണ്ടിയാണ്. വിവേകത്തോടുകൂടെ പ്രാർത്ഥിക്കണം. അപ്പൊ എങ്ങനെ പ്രാർത്ഥിക്കണം? പ്രേ വിത്ത് വിസ്ഡം. അതുകൊണ്ടാണ് ബുദ്ധി കൊണ്ട് പ്രാർത്ഥിക്കും എന്ന് എഴുതിയിരിക്കുന്നിടത്ത് പ്രേ വിത്ത് വിസ്ഡം എന്ന് എഴുതിയിരിക്കുന്നു. പ്രേ ഇൻ സ്പിരിറ്റ് ഉണ്ട്. അത് പിന്നീട് ഒരു അവസരത്തിൽ ഞാൻ പറയാം. ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിക്കുക. അങ്ങനെ ഒരു വാക്യം കൂടെ ഉണ്ട് FES ലേഖനം 6-ാം അധ്യായത്തിൽ. ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിക്കുക. പ്രേ ഇൻ സ്പിരിറ്റ് ആൻഡ് പ്രേ വിത്ത് ദ സ്പിരിറ്റ്. ഇത് പ്രത്യേകം മനസ്സിലാക്കുക. ഞാൻ പറഞ്ഞു വന്ന എൻ്റെ
ഉദ്ദേശം ഞാനും നിങ്ങളും ശ്വാസോച്ഛ്വാസം എടുക്കുന്നത് പോലെയാണ് പ്രാർത്ഥന. വേദപുസ്തകത്തിൽ ദൈവത്തിന് കൊടുക്കുന്ന എബ്രായ പദം യാഹ്വേ എന്ന. യാഹ്വേ. നിങ്ങളാ ഇരിക്കുന്ന ഇരിപ്പിലൊന്ന് യാഹ്വേ എന്നൊന്ന് പറഞ്ഞു നോക്കിക്കേ. YAH, യാഹ്. എല്ലാവരും ഒന്ന് പറഞ്ഞേ, യാഹ്. പറഞ്ഞോ. അടുത്ത ആരും ഇരിപ്പില്ല, ഇച്ചിരി നീട്ടി പറഞ്ഞു, യാ. എന്നിട്ട് പറഞ്ഞു വേ, PAH, വേ. എന്നിട്ടെന്ന് പറഞ്ഞേ യാഹ്വേ. ഇതാണ് ഇൻഹിലേഷൻ എന്ന് പറയുന്നത്. തൽമൂദിൽ എഴുതിയിരിക്കുന്ന കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. അത് ഇൻഹിലേഷൻ എന്ന് പറയും. ഡോക്ടർക്ക് പെട്ടെന്ന് ആ കാര്യം മനസ്സിലാവും. ഇൻഹിലേഷൻ എന്ന് പറഞ്ഞാൽ എന്തുവാ? യാഹ് എന്ന് നിങ്ങൾ പറയുമ്പോൾ എന്ത് സംഭവിച്ചെന്നറിയാമോ? നിങ്ങൾ അറിയാതെ ശ്വാസം നിങ്ങളിലേക്ക് വന്നു നിറഞ്ഞു. യാ. നിങ്ങൾ അറിയാതെ നിങ്ങളിലേക്ക് ശ്വാസം വന്നു നിറഞ്ഞു. പക്ഷെ വേ, അടുത്ത വാക്ക് പറഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? ആ ശ്വാസം നിങ്ങളുടെ അകത്ത് നിന്ന് പുറത്തേക്ക് പോയി. യാഹ്വേ, 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 യാഹ്വേ. ദൈവം എന്ന വാക്ക് ഉച്ചരിക്കുമ്പോൾ ജീവാധാരമായ രക്തം സംക്രമണം സകല ഞാടിഞരമ്പുകളിലും ഉണ്ടാകും. സ്തോത്രം. അതിനോട് തുല്യപ്പെടുത്തിയാണ് അപ്പോസ്തലനായ പൗലോസ് പ്രാർത്ഥനയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ശ്വാസോച്ഛ്വാസം എടുക്കുന്നതിന് തുല്യമായി ദൈവമക്കൾ പ്രാർത്ഥിക്കണം. അതിന് പറഞ്ഞിരിക്കുന്ന വാക്കാണ് ഇടവിടാതെ പ്രാർത്ഥിക്കുക, എപ്പോഴും പ്രാർത്ഥിക്കുക, മടുത്തു പോകാതെ പ്രാർത്ഥിക്കുക, പ്രാർത്ഥനയിൽ തുടരുക. പ്രാർത്ഥന ഇല്ലാതെ ഒരു മിനിറ്റ് പോലും നമുക്ക് ജീവിച്ചിരിക്കുവാൻ സാധ്യമല്ല. അത് വിശുദ്ധ തിരുവഴുത്തിന്റെ ലിഖിതമായ നിയമമാണ്. അലിഖിതമല്ല, ലിഖിതമായ നിയമമാണ്. അപ്പൊ പ്രാർത്ഥന എത്ര ഇമ്പോർട്ടന്റ് ആണെന്ന് അവിടെ എഴുതിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് വേദപുസ്തകത്തിൽ പറയുന്നത് 150-ാം സങ്കീർത്തനത്തിന്റെ 6-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, ലെറ്റ് എവരിതിങ് ദാറ്റ് ഹാസ് എ സോൾ പ്രൈസ് ദ ലോർഡ്. ജീവനുള്ളതൊക്കെയും യഹോവയെ സ്തുതിക്കട്ടെ. ഒന്ന് വായിക്കാമോ മിനിസ്റ്ററെ? ലെറ്റ് എവരിതിങ് ദാറ്റ് ഹാസ് എ സോൾ പ്രൈസ് ദ ലോർഡ്. നൂറ്റി 150-ന്റെ 6. ജീവനുള്ളതൊക്കെ യഹോവയെ സ്തുതിക്കട്ടെ, യഹോവയെ സ്തുതിപ്പീൻ. മതി. ജീവനുള്ളതൊക്കെയും കോൾ നഷ്മ. അവിടെ ആ നഷ്മ എന്നുള്ളൊരു പദം വരുന്നത് ശ്വാസം എടുക്കുന്നതൊക്കെ എന്ന് അതിന്റെ അർത്ഥം. കോൾ എന്ന് പറഞ്ഞാൽ എവറിത്തിങ്. കോൾ എവറിത്തിങ്, KOL, കോൾ എവറിത്തിങ്. നഷ്മ എന്ന് പറഞ്ഞാൽ ശ്വാസോച്ഛ്വാസം ചെയ്യുന്നതൊക്കെയും ജീവനുള്ളതൊക്കെയും. തഹലേൽ. പറഞ്ഞേ, തഹലേൽ എന്ന് പറഞ്ഞാൽ പ്രൈസ്. ഹലേൽ, തഹലേൽ എന്ന് പറഞ്ഞിട്ട് പറയാണ് തഹലേൽ യാഹ്. ഇവിടെ യാഹ്വേ എന്നുള്ള പദം സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയിരിക്കുന്നത്. തഹലേൽ യാഹ്. ആദ്യം യാഹ് എന്ന് പറയണമെന്ന്. യാഹ് ഹലു പ്രൈസ്, പ്രൈസ് ഹലു പ്രൈസ് യാഹ്. യാ ഹലു യാ എന്ന് പറഞ്ഞാൽ ശ്വാസോച്ഛ്വാസം എടുക്കുന്ന എല്ലാ ജീവികളും എന്ത് പറഞ്ഞുകൊണ്ടിരിക്കണം? ഹാ ഹലു യാഹ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം. ജീവനുള്ളതൊക്കെയും യഹോവയെ സ്തുതിക്കട്ടെ. സ്തോത്രം. നമുക്ക് അത് തന്നെ പൗലോസ് എടുത്ത മറ്റൊരു ഗ്രീക്ക് ഭാഷയിലേക്ക് തർജ്ജമ പ്രോസക്കോമായി എന്ന് പറയുന്ന വാക്കിലേക്ക് കൊണ്ടുവന്നിട്ട് പറയുകയാണ് എപ്പോഴും പ്രാർത്ഥിക്കണം എന്ന് പറയുന്നു. സ്തോത്രം. അപ്പം ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നവനാണ്. കഴിഞ്ഞ ക്ലാസ്സിലെ പ്രാർത്ഥനയുടെ റൂട്ട് വേർഡുകളാണ് ഞാൻ പറഞ്ഞത്. 5 റൂട്ട് വേർഡുകൾ പറഞ്ഞു. പലാൽ, സ്പീക്കിംഗ് ടു ദ ഹയർ അതോറിറ്റി, ഉന്നതനായ ദൈവത്തോട് സംസാരിക്കുക, അതാണ് പ്രാർത്ഥന. പഗ എന്നൊരു വാക്ക് പറഞ്ഞു. 3 തെഫില്ലാഹ്. തെഫില്ലാഹ് എന്നൊരു പദമാണ് വേദപുസ്തകത്തിലെ മിക്ക പ്രാർത്ഥനയ്ക്കും കൊടുത്തിരിക്കുന്ന പദം. തെഫില്ലാഹ തൽമുദീൻ
എന്ന് പറഞ്ഞാൽ ശിഷ്യന്മാർക്ക് വേണ്ടി യേശുവിന്റെ പ്രാർത്ഥന. അതാണ് ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുത്ത പ്രാർത്ഥന. തെഫില്ലാ തൽമുദീൻ, ശിഷ്യന്മാർക്ക് വേണ്ടിയുള്ള യേശുവിന്റെ പ്രാർത്ഥന. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പറയുന്ന പ്രാർത്ഥന. മറ്റൊരു പ്രാർത്ഥനയാണ് പൽ. പറഞ്ഞ PAL, പൽ. പൽ എന്ന് പറഞ്ഞാൽ മിറക്കിൾ, അത്ഭുതം എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ഒരു അത്ഭുതം പ്രതീക്ഷിച്ചുകൊണ്ട് വേണം പ്രാർത്ഥിക്കാൻ. സ്തോത്രം. ഏത് കാലഘട്ടത്തിലും നടക്കുകയില്ല എന്ന് നിങ്ങളുടെ മനസ്സ് പറഞ്ഞിരുന്നാലും ഒരു മിറക്കിൾ പ്രതീക്ഷിച്ചുകൊണ്ട് വേണം പ്രാർത്ഥിക്കാൻ. നെഹമ്യാവിന്റെ പ്രാർത്ഥന, ഇന്ന് അടിയന് കാര്യം സാധിപ്പിച്ച് തരണം. അവിടെ റിസോഴ്സസ് ഇല്ല, വിഭവങ്ങളില്ല, പണിക്കാരില്ല, പണിയായുധങ്ങളില്ല, സഹായിക്കാൻ ആളില്ല. 11 തരത്തിലുള്ള വെല്ലുവിളികള് നെഹമ്യാവിന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. തന്നെ കൊല്ലുവാൻ പരിശ്രമിക്കുന്നു, അപവാദങ്ങൾ പറഞ്ഞു വിടുന്നു, എതിരായിട്ടുള്ള ആളുകളെ അണിനിരത്തുന്നു, തനിക്കുള്ള റിസോഴ്സുകളെ എല്ലാം നിർത്തലാക്കി കളയുന്നു. 11 തരത്തിലുള്ള വെല്ലുവിളികൾ നെഹമ്യാവിന്റെ പുസ്തകത്തിൽ നെഹമ്യാവിനെതിരായിട്ട് വരുന്നുണ്ട്. തന്നെ കൊല്ലുവാൻ പരിശ്രമിക്കുന്നു, മറഞ്ഞിരിക്കുന്ന ശത്രുക്കൾ. അപ്പോഴും നെഹമ്യാവിന്റെ പ്രാർത്ഥന അതിലേക്ക് നോക്കിക്കൊണ്ടല്ല, വെല്ലുവിളികളിലേക്ക് നോക്കിക്കൊണ്ടല്ല, അപര്യാപ്തതകളിലേക്ക് നോക്കിക്കൊണ്ടല്ല. 1:11, ഇന്ന് അടിയന് കാര്യം സാധിപ്പിച്ച് തരണം. ഒരു സ്തോത്രം പറയാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ എല്ലാവരും ഒരു മിറക്കിൾ കർത്താവിൽ നിന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് വേണം പ്രാർത്ഥിക്കാൻ. അത് സൗഖ്യമായിരുന്നാലും ഏത് കാര്യമായിരുന്നാലും നിങ്ങളുടെ മനസ്സിന്റെ അകത്തളത്തിൽ സംശയങ്ങളെ ചവിട്ടിപ്പിടിച്ചുകൊണ്ട്, സ്തോത്രം, സംശയങ്ങളെ മാറ്റിക്കളഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കണം. ഈ മലയോട് കടലിൽ പോക എന്ന് പറഞ്ഞാൽ സംഭവിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് വേണം പ്രാർത്ഥിക്കാൻ. മിറക്കിൾ പ്രതീക്ഷിക്കണം. സ്തോത്രം. അടുത്ത പ്രാർത്ഥനയാണ് ഷൽ. കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞ് നിർത്തിയതാണ്. ഷൽ എന്ന് പറഞ്ഞാൽ ആ വലിയവനായ ദൈവത്തെ ബലഹീനരായ നമ്മിലേക്ക് വലിച്ചടിപ്പിക്കുക. സ്തോത്രം. അതാണ് പ്രാർത്ഥന. എന്നാ യാക്കോബ് ദൂതന്റെ കാല് പിടിച്ചു. സ്തോത്രം. കാല് പിടിച്ചപ്പോൾ അവന്റെ പേര് മാറി. ഒരു സ്ത്രീ, ശൂന്യംകാരിയായ സ്ത്രീയെ പ്രവാചകന്റെ കാല് പിടിച്ചു. അന്ന് ദൈവത്തിന്റെ പ്രതിനിധിയായിട്ടാണ് പ്രവാചകന്മാരെ അവർ കണ്ടുകൊണ്ടിരുന്നത്. ദൈവത്തിന്റെ ആളത്വമായും ദൈവത്തിന്റെ ആളായും ദൈവത്തിന്റെ വായായും പ്രവാചകന്മാരെ അന്നുള്ള ആളുകൾ കണ്ടിരുന്നു. ദൈവത്തിന്റെ പ്രതിനിധിയായി കണ്ടിരുന്നു. അതുകൊണ്ടാണ് പ്രവാചകന്റെ കാല് പിടിച്ചത്. മറ്റൊരു കുട്ടി ഉണ്ടാകുവാനുള്ള സാധ്യതയില്ല. ഭർത്താവ് വൃദ്ധനാണ് എന്നവിടെ എഴുതിയിട്ടുണ്ട്. മറ്റൊരു കുട്ടി ഉണ്ടാകുവാൻ സാധ്യതയില്ല. ആ പ്രവാചകനെ കണ്ടപാടെ ഈ ശൂന്യംകാരത്തി അവന്റെ കാല് പിടിച്ചു എന്ന് എഴുതിയിട്ടുണ്ട്. സ്തോത്രം. അതാണ് ഷെൽ. ജീവനിലേക്ക് തിരിച്ചു വരുത്തുന്ന പ്രക്രിയയാണ് പ്രാർത്ഥന. ഷെൽ. അപ്പൊ ഈ പ്രാർത്ഥന തിരുവചനത്തിന്റെ എല്ലാ പുസ്തകത്തിന്റെ പ്രമേയം പ്രാർത്ഥനയിൽ അധിഷ്ഠിതമാണ്. ഒന്ന് ശ്രദ്ധിച്ചു വായിച്ചു നോക്കിയാൽ അറിയാം. വിശുദ്ധ തിരുവെഴുത്തിന്റെ തീം, ഓരോ പുസ്തകത്തിന്റെ തീം എന്ന് പറയുന്നത്, അതിന്റെ പ്രമേയം എന്ന് പറയുന്നത് പ്രാർത്ഥനയിൽ അധിഷ്ഠിതമാണ്. നമ്മുടെ ദൈവം ഒരു ഡിക്റ്റേറ്റർ അല്ല, ഏകാധിപതി അല്ല. നമ്മുടെ ദൈവം അങ്ങനെ ഒരു ദൈവത്തെ വേദപുസ്തകത്തിൽ കാണുന്നില്ല. ഏകാധിപതിയായ ഡിക്റ്റേറ്ററായ ഒരു ദൈവമല്ല. തൻ്റെ മക്കളുടെ പ്രാർത്ഥനയ്ക്ക് വിധേയപ്പെടുന്ന വിനീതനായ ഒരു ദൈവത്തെയാണ് നാം കാണുന്നത്. അതെ, ഉൽപ്പത്തി പുസ്തകം തന്നെ വായിച്ചാൽ നമുക്കറിയാം. നോഹയുടെയും അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും മോശയുടെയും പ്രാർത്ഥനയ്ക്ക് വിധേയനാകുന്ന ഒരു ദൈവത്തെ അല്ലേ നമ്മൾ കാണുന്നത്? അതെ, നിങ്ങൾ ഉൽപ്പത്തി പുസ്തകത്തിലെ കവനന്റുകളെ കുറിച്ച് പഠിക്കണം. കവനന്റ് വേദപുസ്തകത്തിൽ 5 കവനന്റ് ഉണ്ട്. ദൈവദാസന്മാർക്കറിയാം, ദൈവവചനം പഠിക്കുന്നവർക്കറിയാം. 5 കവനന്റ് ഉണ്ട്. ഉടമ്പടി. ഈ ഉടമ്പടികളൊക്കെ ആരംഭിക്കുന്ന എവിടെയാണെന്ന് അറിയാമോ? അവരുടെ പ്രാർത്ഥനയിലാണ്. നോഹയ്ക്ക് ഉടമ്പടി, നോഹയോടുള്ള ദൈവത്തിന്റെ ഉടമ്പടി. ദിവസം പഠിക്കുന്നവർക്ക് വേണ്ടി ഞാൻ പറയുകയാണ്, ഈ ഉടമ്പടിയും എഗ്രിമെന്റും തമ്മിൽ വ്യത്യാസമുണ്ട്. രണ്ടും രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കുന്നതാണ്. പലപ്പോഴും നമ്മൾ എഗ്രിമെന്റ് എടുത്തുകൊണ്ട് വന്നിട്ട് അത് ഉടമ്പടിയായി ചിത്രീകരിക്കും. അല്ല.
അബ്രഹാം കഴിച്ച പ്രാവിനെ പിളർന്നത് എഗ്രിമെന്റ് ആണ്. ദാറ്റ് ഈസ് നോട്ട് കവനന്റ്. അത് എഗ്രിമെന്റ് ആണ്. എന്നാൽ ദൈവം എടുത്തതെല്ലാം കവനന്റ് ആണ്, ഉടമ്പടിയാണ്. ഉടമ്പടിയും കരാറും തമ്മിലുള്ള വ്യത്യാസം എന്താ? കരാർ എന്ന് പറഞ്ഞാൽ രണ്ടുപേര് തമ്മിൽ എടുക്കുന്നതാണ്. രണ്ടുപേര്, ഞാനും പാർഷ അജോമോനും തമ്മിൽ ഒരു എഗ്രിമെന്റിൽ എത്തുന്നു. ആ എഗ്രിമെന്റിൽ എത്തുമ്പോൾ അതിന് പറയുന്ന പേരാണ് എഗ്രിമെന്റ് അല്ലെങ്കിൽ കരാറ്. ഈ കരാറില് ഞങ്ങൾ രണ്ടുപേരും ഒരുപോലെ ഉത്തരവാദിത്തപ്പെട്ടവരാണ്. ഞാൻ ആ കരാറിൽ നിന്ന് പിന്മാറിയാൽ ആ കരാർ നിലനിൽക്കുകയില്ല. കേട്ടെ, ആ കരാറിൽ നിന്ന് ഒരു കക്ഷി പിന്മാറിയാൽ ആ കരാർ ഒരിക്കലും നിലനിൽക്കുന്നില്ല. അതുകൊണ്ടാണ് വിവാഹം ക്രിസ്തീയ വിഭാഗത്തിന് പുറത്ത് എഗ്രിമെന്റാ അല്ലെ കോൺട്രാക്റ്റാ. അതുകൊണ്ടാണ് നമ്മുടെ ക്രിസ്തീയ വിവാഹത്തിനകത്ത് അത് കോൺട്രാക്റ്റ് അല്ല, എഗ്രിമെന്റ് അല്ല, കവനന്റാ. ഇട്ടിട്ട് പോകാൻ പറ്റിയല്ല, അത് കവനന്റാ. ഷീ ഈസ് ദ വൈഫ് ഓഫ് ദൈ കവനന്റ് എന്ന വേദോസം പറയുന്നു. ഷീ ഈസ് ദ വൈഫ് ഓഫ് കവനന്റ്. ഓക്കെ, അപ്പം കരാറിന്റെ പ്രത്യേകത എന്താണ്? രണ്ടുപേർ തമ്മിലുള്ളതാണ്, രണ്ടുപേർക്ക് തുല്യ ഉത്തരവാദിത്വമുണ്ട്. പക്ഷെ കവനന്റിന്റെ പ്രത്യേകത, കരാറിന്റെ പ്രത്യേകത അതല്ല. അത് ഒരാളും ഒരു സമൂഹവും തമ്മിൽ എടുക്കുന്നതാണ്. ഒരാളോ ഒരു സമൂഹവും തമ്മിൽ എടുക്കുന്നതാണ് കരാർ. കരാറിൽ ഏർപ്പെട്ടിരിക്കുന്ന എതിർ കക്ഷി ആ കരാറ് പാലിച്ചില്ലെങ്കിലും കരാർ നിലനിൽക്കും. അതുകൊണ്ടാണ് വിശുദ്ധ തിരുവെഴുത്തിന് കവനന്റ് എന്ന പേര് വന്നിരിക്കുന്നത്. ഓൾഡ് കവനന്റ് ആൻഡ് ദ ന്യൂ കവനന്റ്. സ്തോത്രം. അതിന് എഴുതിയ ഒരു വാക്യം തിരുവചനത്തിലുണ്ട്: നാം അവിശ്വസ്തരായി തീർന്നാലും ദൈവം വിശ്വസ്തനായി പാർക്കുന്നു. എന്ന് വായിച്ചേ. തിമോഥെയോസിന്റെ ലേഖനം 2 തിമോഥെയോസ് എഴുതിയ 2-ാം ലേഖനം 2:13. തിമോഥെയോസ് എഴുതിയ 2-ാം ലേഖനം 2:13 വായിക്കാം. നാം അവിശ്വസ്തരായി തീർന്നാലും അവൻ വിശ്വസ്തനായി പാർക്കുന്നു. തന്റെ സ്വഭാവം ത്യജിപ്പാൻ അവന് കഴിയുകയില്ലല്ലോ. ഈ വചനം വിശ്വാസയോഗ്യമാകും. ക്ലാസ്സുകളൊക്കെ എടുക്കുമ്പോൾ പലരും ചോദിക്കാറുണ്ട്, ദൈവത്തിന് അസാധ്യമായത് എന്തെങ്കിലും ഉണ്ടോന്ന്. ഈസ് എനിത്തിങ് ഇമ്പോസിബിൾ ടു ഗോഡ്? യെസ്. എന്തെങ്കിലും ദൈവത്തിന് ഇമ്പോസിബിൾ ആയിട്ടുള്ളതുണ്ടോ? ഉണ്ട്. എന്താ ദൈവത്തിന് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യം? കവനന്റ് കീപ്പിംഗ് ഗോഡ്. നാം അവിശ്വസ്തരായി തീർന്നാലും അവൻ വിശ്വസ്തനായി പാർക്കുന്നു. ദൈവത്തിന് തന്റെ സ്വഭാവം ത്യജിപ്പാൻ കഴിയുകയില്ലല്ലോ. ഈ വചനം വിശ്വാസയോഗ്യമാകും. അത് കവനന്റിനെ സൂചിപ്പിക്കുന്ന ഒരു കവിതയാണ്. സ്തോത്രം. അതൊരു കവിതാ രൂപത്തിലാണ് അപ്പോസ്തലനായ പൗലോസ് തിമോഥെയോസിന് പാസ്റ്ററൽ എപ്പിസ്റ്റൽ എഴുതുമ്പോൾ ആ കാര്യം പറയും. ഞാൻ പറഞ്ഞു വന്ന കാര്യം, വേദോസ്തവത്തിലെ കവനന്റിനെ കുറിച്ച് നിങ്ങൾ എല്ലാവരും പഠിക്കണം. ഓരോ കവനന്റുകളും ദൈവം എടുത്തിട്ടുള്ളത്, ദൈവം കരാറുകൾ മനുഷ്യജാതിയോട് എടുത്തത് പ്രാർത്ഥനയുടെ മറുപടിയായിട്ടാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നിങ്ങളുമായി ഒരു കരാറിൽ ഏർപ്പെടുന്നു. കേട്ടെ, ഞാനും നിങ്ങളും നിലവിളിക്കുമ്പോൾ, ഞാനും നിങ്ങളും പ്രാർത്ഥിക്കുമ്പോൾ അഴിവില്ലാത്ത ഒരു കരാർ ദൈവം എന്നോടും നിങ്ങളോടും, എന്റെയും നിങ്ങളുടെയും തലമുറയോടും ദൈവം എടുക്കുകയാണ്. സ്തോത്രം. നോഹ പെട്ടകത്തിൽ നിന്ന് പുറത്തു വന്നു. ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായത്തിലാണ്. നോഹ പെട്ടകത്തിൽ നിന്ന് പുറത്തു വന്നു, എന്നിട്ട് യാഗം കഴിക്കുന്നു. 8:20. ഉൽപ്പത്തി പുസ്തകം 8:20. കേട്ടെ. വീഡിയോയിൽ അല്ലാത്തവരും ഇത് കേട്ടുകൊണ്ടിരിക്കണം. ചെവി എനിക്ക് തരണം, എന്നാലേ ഇത് നന്നായി കേട്ട് മുമ്പോട്ട് പോകാൻ കഴിയും. ഓക്കെ. 8:20. ഉൽപ്പത്തി പുസ്തകം 8:20 ഒന്ന് വായിച്ചേ. 8:20-21. നോഹ യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിതു. ശുദ്ധിയുള്ള സകല മൃഗങ്ങളിലും ശുദ്ധിയുള്ള എല്ലാ പറവകളിലും ചിലത് എടുത്ത് യാഗപീഠത്തിന്മേൽ ഹോമയാഗം അർപ്പിച്ചു. യഹോവ സൗരഭ്യവാസനം അറുത്തപ്പോൾ യഹോവ തന്റെ ഹൃദയത്തിൽ അരുളി ചെയ്തത്, ഞാൻ മനുഷ്യന്റെ നിമിത്തം ഇനി ഭൂമിയെ ശപിക്കുകയില്ല,
മനുഷ്യന്റെ മനോനിരൂപണം ബാല്യം മുതൽ ദോഷമുള്ളതാകുന്നു. ഞാൻ ചെയ്തതുപോലെ സകല ജീവികളെയും ഇനി നശിപ്പിക്കുകയില്ല. മതി. ഭൂമിയുള്ള മതി. 21-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ശ്രദ്ധിച്ചു വായിച്ചേ. യഹോവ സൗരഭ്യവാസന മണത്തപ്പോൾ യഹോവ തന്റെ ഹൃദയത്തിൽ അരുളി ചെയ്തത്. ദാറ്റ് ഈസ് നൊഹൈ കവനന്റ് എന്ന് പറയും. നൊഹൈ കവനന്റ്. ഈ മനുഷ്യൻ യാഗം കഴിച്ചു. അതിന്റെ സൗരഭ്യവാസന യഹോവ മണത്തപ്പോൾ അവൻ തന്റെ ഹൃദയത്തിൽ അരുളി ചെയ്തത് എന്ന് എഴുതിയിരിക്കുന്നത്. തന്റെ ഹൃദയത്തിൽ ദൈവം ഒരു തീരുമാനമെടുത്തു. മനുഷ്യജാതിയെ പ്രതി ഒരു തീരുമാനമെടുത്തു. ദാറ്റ് ഈസ് നൊഹൈ കവനന്റ്. സ്തോത്രം. ഓരോ കവനന്റുകൾ, കരാറുകൾ ദൈവം മനുഷ്യനുമായിട്ട് എടുക്കുന്നതിന്റെ അടിസ്ഥാനപരമായ കാരണം ദൈവജനത്തിന്റെ പ്രാർത്ഥനയാണ്. പഴയ നിയമത്തിൽ യാഗമെന്ന് പറയും. ദൈവജനത്തിന്റെ പ്രാർത്ഥനയാണ് ദൈവത്തിന്റെ കരാറിന്റെ അടിസ്ഥാന ഘടകമായി വരുന്നത്. അബ്രഹാമിക് കവനന്റും അത് തന്നെയാണ്. അബ്രഹാമിക് കവനന്റ്, എനിക്ക് നിന്നോടൊരു നിയമമുണ്ട്. ദൈവം പറയുക, അബ്രഹാമിനോട് പറഞ്ഞു, എനിക്ക് നിന്നോടൊരു നിയമമുണ്ട്. ഐ ഹാവ് എ കവനന്റ് വിത്ത് യു. ഉൽപ്പത്തി 17:4 എനിക്ക് നിന്നോടൊരു നിയമമുണ്ട്. എന്താ? നീ ബഹുജാതികൾക്ക് പിതാവാകും. ദാറ്റ് ഈസ് അബ്രഹാമിക് കവനന്റ്. അബ്രഹാമിന്റെ പ്രാർത്ഥന എന്തായിരുന്നു? നീ എനിക്ക് എന്ത് തരും? കേട്ടെ, എന്റെ അവകാശി ദമ്മശക്കുകാരനായ എലിയേസർ അത്ര എന്ന് പറഞ്ഞു. ആ വാക്ക് പറഞ്ഞു തീരുന്നതിന് മുമ്പ് അടുത്ത വാക്യത്തിൽ ദൈവം പറയുകയാണ്, അവൻ നിന്റെ അവകാശിയാകയില്ല. അവൻ നിന്റെ അവകാശിയാകയില്ല. അബദ്ധവശാൽ എന്തെങ്കിലും തെറ്റ് വിളിച്ചു പറഞ്ഞാലും ഉടനെ ദൈവം തിരുത്തും. സ്തോത്രം. എന്നിട്ട് പറയാണ്, അവൻ നിന്റെ അവകാശിയാകയില്ല. നിന്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുന്നവൻ തന്നെ നിന്റെ അവകാശിയാകുമെന്ന് യഹോവയുടെ അരുളപ്പാട് അവനുണ്ടായി. എന്നിട്ട് അവനോട് പറയാണ്, അബ്രഹാമേ, എനിക്ക് നിന്നോട് ഒരു നിയമമുണ്ട്. അബ്രഹാമിക് കവനന്റ്. ദൈവജനം പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്നവരുമായി ദൈവം ഒരു കരാറിൽ ഏർപ്പെടുന്നു. സ്തോത്രം. താഴോട്ടുള്ള ഓരോ ഉൽപ്പത്തി പുസ്തകങ്ങൾ വായിച്ചു വരുമ്പോൾ അറിയാം, ഇസ്ഹാക്ക് മക്കളില്ലാത്തവനായി നടക്കുമ്പോൾ ഇസ്ഹാക്ക് ഒരു പ്രാർത്ഥന ചെയ്തു. ഈ നീണ്ട 20 വർഷം കാത്തിരുന്നു ഒരു കുട്ടിക്ക് വേണ്ടി. ചരിത്രം വായിക്കുമ്പോൾ അറിയാം, ഇസ്ഹാക്ക് വിവാഹം കഴിക്കുമ്പോൾ അവന് 40 വയസ്സായിരുന്നു. 40 വയസ്സ്. 40ാമത്തെ വയസ്സിലാണ് ഇസ്ഹാക്ക് വിവാഹം കഴിക്കുന്നത്. 40ാമത്തെ വയസ്സിൽ. 60ാമത്തെ വയസ്സിലാണ് കുട്ടി ഉണ്ടാകുന്നത്. 60ാമത്തെ വയസ്സിൽ. അപ്പൊ എത്ര വർഷം കാത്തിരുന്നു? 20 years. 20 വർഷം കാത്തിരുന്നു. 20 വർഷം കാത്തിരുന്നപ്പോൾ അദ്ദേഹത്തിന് ഒരു പ്രാർത്ഥന ഉൽപ്പത്തി പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. 25:21 തന്റെ ഭാര്യ മച്ചിയായിരുന്നത് കൊണ്ട് ഇസ്ഹാക്ക് അവൾക്ക് വേണ്ടി യഹോവയോട് പ്രാർത്ഥിച്ചു. യഹോവ അവന്റെ പ്രാർത്ഥന കേട്ടു. അവന്റെ ഭാര്യ റിബേക്ക ഗർഭം ധരിച്ചു. 2 കുട്ടികളെ, 2 ശിശുക്കളെ കൊടുത്തു. 2 ജാതികളെ കൊടുത്തു. 2 വംശങ്ങളെ കൊടുത്തു. സ്തോത്രം. വേട്ടയിൽ സമർത്ഥനും വനസഞ്ചാരിയുമായ ഏശാവിനെയും ഗോത്രപിതാവായ ഇസ്രായേൽ എന്ന് പേര് വരുവാൻ കാരണമായ സാധുശീലനും കൂടാരവാസിയുമായ യാക്കോബിനെ ദൈവം ആ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി ഇസ്ഹാക്കിന്റെ മടിയിലേക്ക് ഇട്ടുകൊടുത്തു. സ്തോത്രം. പ്രാർത്ഥനയുടെ മറുപടിയാണ്. പ്രാർത്ഥനയുടെ മറുപടി. ദൈവം നമ്മുടെ പ്രാർത്ഥനകൾക്കെല്ലാം മറുപടി നൽകുന്ന ദൈവമാണ്. കേവലം പ്രാർത്ഥനയ്ക്ക് ഒരു മറുപടി തരിക മാത്രമല്ല, പ്രാർത്ഥിക്കുമ്പോൾ ഒരു കരാറിൽ ദൈവം നമ്മോട് ഇടപെടുകയാണ്. അതാണ് പ്രാർത്ഥനയുടെ പ്രത്യേകത. പല കാരണവശാൽ സാന്ദർഭികമായോ സാഹചര്യത്തിൻ കൊണ്ടോ നമ്മൾ ആ പ്രാർത്ഥന മറന്നുപോയാലും, ആ പ്രാർത്ഥന ആവർത്തിച്ചില്ലെങ്കിലും, ഒരു പക്ഷേ ആ പ്രാർത്ഥനയിൽ നിന്ന് പിന്മാറിയാലും, ഒരു വേട്ടപ്പട്ടിയെ പോലെ ഓടിച്ചിട്ട് ആ പ്രാർത്ഥനയ്ക്ക് എൻ്റെ ദൈവം നമുക്ക് മറുപടി തന്നിരിക്കും. ഹല്ലേലൂയ. നമ്മൾ പ്രാർത്ഥിച്ച പ്രാർത്ഥനയൊന്നും ഒരുപക്ഷെ മനുഷ്യരായതുകൊണ്ട് നമ്മൾ മറന്നുപോകും.
അല്ലേ? മനുഷ്യരായതുകൊണ്ട് അത് മറന്നു പോകുന്നത്. ഇന്നലെ പ്രാർത്ഥിച്ച പ്രാർത്ഥന പോലും ഇന്ന് നമുക്ക് ഓർമ്മയില്ലല്ലോ. ഓർമ്മയുണ്ടോ? ഉണ്ടോ ഓമന സിസ്റ്ററെ? ഓർമ്മയുണ്ടോ? ഇന്നലെ വൈകിട്ട് പ്രാർത്ഥിച്ച പ്രാർത്ഥന പോലും മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ നമ്മൾ മറന്നുപോയി. ഈ പലപ്പോഴും നമുക്ക് തുടർച്ചയായിട്ടൊരു പ്രാർത്ഥനാ വിഷയം ഇല്ല. എന്നാൽ നമ്മുടെ കുടുംബത്തിന്റെ അകത്തോ നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനയിലോ നമ്മൾ പ്രാർത്ഥിച്ച പ്രാർത്ഥന കുറച്ച് കഴിയുമ്പോൾ നമ്മൾ മറന്നുപോകും. ആ പ്രാർത്ഥനയുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത ഒരു പ്രാർത്ഥന പിറ്റേ ദിവസം ചെന്ന് പ്രാർത്ഥിക്കും. പക്ഷെ ആദ്യം പ്രാർത്ഥിച്ച പ്രാർത്ഥന അവിടെ കിടക്കും. ആർക്കും ഒരു സന്തോഷവും ഇല്ലല്ലോ. ഞാൻ പ്രാർത്ഥനയുടെ കാര്യമായി പറഞ്ഞു വരുന്നേ. സ്തോത്രം. ആദ്യം പ്രാർത്ഥിച്ച പ്രാർത്ഥന അവിടെ കിടക്കുമായിരുന്നു. മറുപടി ദൈവം തരും. കാരണം എന്താ? വേദപുസ്തകത്തിന്റെ അവസാനത്തെ പുസ്തകമായ വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നു, നമ്മുടെ പ്രാർത്ഥനയെ കൈക്കൊള്ളുവാൻ ദൈവം ഒരു പ്രത്യേക ദൂതനെ നിയോഗിച്ചിരിക്കുന്നു എന്ന് 6-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നു. നമ്മുടെ പ്രാർത്ഥനയെ സ്വീകരിപ്പാനും കൈക്കൊള്ളുവാനും ദൈവം ഒരു ദൂതനെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നു. വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയെ കൈക്കൊള്ളുവാൻ ഒരു ദൂതനെ ദൈവം നിയോഗിച്ചിരിക്കുന്നു. സ്തോത്രം. അപ്പൊ ആ ദൂതൻ നമ്മുടെ പ്രാർത്ഥനകളെ കൈക്കൊള്ളുകയാണ്. അപ്പം ഈ പ്രാർത്ഥനകളെല്ലാം ധാരാളം പ്രാർത്ഥന കവനന്റുകളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു വന്നത്. അഹ്റോന്റെ പ്രാർത്ഥനയുണ്ട്, പിന്നെ മോശയുടെ പ്രാർത്ഥനയുണ്ട്, യോസഫിന്റെ 5 മക്കളുടെ പ്രാർത്ഥനകളെ കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. അതുകൊണ്ട് പ്രാർത്ഥന എങ്ങനെയായിരിക്കണം? ശ്വാസോച്ഛ്വാസത്തിന് തുല്യമായി ദൈവമക്കൾ ഇന്ന് മുതൽ പ്രാർത്ഥിക്കുവാൻ ആരംഭിക്കണം. ഇപ്പൊ ലോർഡ്സ് പ്രയറിലേക്ക് ഞാൻ പറഞ്ഞു വരാനുള്ള പശ്ചാത്തലത്തിലേക്കാണ് വരുന്നത്. യഹൂദന്മാരുടെ പ്രാർത്ഥനകൾ ഞാൻ പറഞ്ഞല്ലോ, അവർക്ക് ധാരാളം പ്രാർത്ഥനകളുണ്ട്. ഇപ്പം കർത്താവായ യേശുക്രിസ്തുവിന്റെ യഹൂദന്മാരുടെ പ്രാർത്ഥനയുടെ ജൂവിഷ് തിങ്കിങ് ഓഫ് പ്രയർ ഉണ്ട്. ജൂവിഷ് തിങ്കിങ് ഓഫ് പ്രയർ. ആ പ്രാർത്ഥനയെക്കുറിച്ചുള്ള യഹൂദ ചിന്തയുടെ പശ്ചാത്തലത്തിൽ നിന്നാണ് കർത്താവ് ഈ പ്രാർത്ഥന പഠിപ്പിക്കുന്നത്. യേശുക്രിസ്തുവിന്റെ പ്രാർത്ഥന എന്ന് പറഞ്ഞ് ഉള്ള പ്രാർത്ഥന പഠിപ്പിക്കുന്നത്. അപ്പൊ ആ പ്രാർത്ഥനയ്ക്കകത്ത് ഞാൻ മുൻ ക്ലാസ്സിൽ ഓർപ്പിച്ചതുപോലെ ഡു ആൻഡ് ഡോൺസ് ഉണ്ട്. ഡു ആൻഡ് ഡോൺസ്. ഡോൺസ് പറഞ്ഞിരിക്കുന്നത് ഉപവാസത്തോടുള്ള ബന്ധത്തിലും പ്രാർത്ഥനയോടുള്ള ബന്ധത്തിലുമാണ്. ഡോൺസ്, 4 ഡോൺസ് ഉണ്ട്. എന്നോട് ആരോ ചോദ്യത്തില് വാട്സപ്പിൽ കൂടെ ഇടയ്ക്ക് ഞാൻ ക്ലാസ് പറഞ്ഞപ്പോൾ അതൊന്ന് പറയണേ എന്ന് പറഞ്ഞായിരുന്നു. ഞാൻ ഇന്ന് ആ ചോദ്യത്തിനും കൂടെ ഉത്തരം പറഞ്ഞ് ഈ ക്ലാസ്സിൽ മുന്നേറാം. ഡു ആൻഡ് ഡോൺസ് ഇൻ പ്രയർ. മത്തായി സുവിശേഷം 6-ാം അധ്യായം തുറന്നേ. മത്തായി സുവിശേഷം 6-ാം അധ്യായം. ആറാം അധ്യായത്തിന്റെ 5-ാം വാക്യം എഴുതാൻ വേണ്ടി പറയുകയാണ്. 6-ാം അധ്യായം 5-ാം വാക്യം, 6-ാം വാക്യം, 7-ാം വാക്യം, 16-ാം വാക്യം. ഈ 4 വാക്യങ്ങൾ വായിക്കണം. അതിൻ്റെ അകത്ത് 4 ഡോൺസ് ഉണ്ട്, ഒഴിവാക്കേണ്ട കാര്യങ്ങൾ. മത്തായി സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 5, 6, 7, 16 ഈ വാക്യങ്ങൾ തുടർച്ചയായിട്ട് പറഞ്ഞ ക്രമത്തിൽ ഒന്ന് വായിക്കാമോ? 1, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടഭക്തിക്കാരെ പോലെ ആകരുത്. അവർ മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് പള്ളികളിലും തെരുക്കോടുകളിലും നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പാൻ ഇഷ്ടപ്പെടുന്നു. അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. 1-ാമത്തെ കാര്യം 6-ന്റെ 5-ൽ എഴുതിയിരിക്കുന്നു, ഡു നോട്ട് ബി ആസ് ദ ഹിപ്പോക്രൈറ്റ്സ്. കപടഭക്തിക്കാരെ പോലെ ഒരിക്കലും പ്രാർത്ഥിക്കരുത്. ഈ കപടഭക്തി അല്ലെ ഹിപ്പോക്രൈറ്റ്സ് എന്ന് പറയുന്നതിന്റെ അർത്ഥം ഞാൻ ഒരിക്കൽ പറഞ്ഞു. ഇന്നൊക്കെ നമ്മള് ഒരു മൂവിയിലൊക്കെ അല്ലെങ്കിൽ അഭിനയത്തിലൊക്കെ ഒരാളെ അഭിനയിക്കണമെങ്കിൽ, ഒരു ഭിക്ഷക്കാരനെ അഭിനയിക്കണമെങ്കിൽ അതുപോലെ തന്നെ ഭിക്ഷക്കാരനായിട്ട് വേഷം കെട്ടി അഭിനയിക്കുക. മുഖമൊന്നും മാറുന്നില്ല, അല്ലെ? മുഖമൊന്നും മാറുകയില്ല. മുഖം മോഹൻലാലിന്റെ തന്നെ ആയിരിക്കും. പക്ഷെ മോഹൻലാൽ എങ്ങനെ അഭിനയിക്കുന്ന ഒരു കള്ളുകൂടിയനെ പോലെ അല്ലെ ഒരു ഭിക്ഷക്കാരനെ പോലെ അഭിനയിക്കും. ആ ആളിനെ കാണുമ്പോൾ നമുക്കറിയാം ഇത് മോഹൻലാലാണെന്നറിയാം, അല്ലേ? പൗലോസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ആൾക്കാർക്ക് അറിയത്തില്ല, മോഹൻലാൽ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അറിയും. പോട്ടെ. പക്ഷേ ഈ റോമിലൊക്കെ ആളുകൾ നാടകം കളിക്കുമ്പോൾ അവരങ്ങനെയല്ല അഭിനയിച്ചുകൊണ്ടിരുന്നത്. ഏത് ക്യാരക്ടർ അഭിനയിക്കൂ ആ ക്യാരക്ടറിന്റെ ഒരു മുഖം മൂടി അങ്ങ് വെക്കും.
ഉദാഹരണമായിട്ട് ഒരു ഭിക്ഷക്കാരനെയാണ് അഭിനയിക്കണമെങ്കിൽ ക്യാരക്ടർ എന്ത് ചെയ്യും? ആ ക്യാരക്ടർ ആകാൻ വേണ്ടി ഭിക്ഷക്കാരന്റെ വേഷവിധാനമുള്ള ഒരു മുഖം മൂടി, ഒരു വസ്ത്രധാരണം മുഖം തൊട്ട് താഴെ വരെ അങ്ങ് അണിയും. അപ്പൊ ഇതിന്റെ അകത്തിരിക്കുന്ന ആരാണെന്ന് അറിയത്തില്ല. മുഖം മൂടിയ ഒരു ഭിക്ഷക്കാരന്റെ, വസ്ത്രധാരണം ഒരു ഭിക്ഷക്കാരന്റെ, ഇതിന്റെ അകത്തിരിക്കുന്ന ആരാണെന്ന് അറിയത്തില്ല. ആ ഭിക്ഷക്കാരനായിട്ട് വേഷവിധാനം ചെയ്തുകൊണ്ട് അഭിനയിക്കുക. അങ്ങനെ അഭിനയിക്കുന്നതിന് പറയുന്ന പേരാണ് ഹിപ്പോക്രൈറ്റ്. ഹിപ്പോക്രൈറ്റ് എന്ന് പറഞ്ഞാൽ പ്രച്ഛന്ന വേഷം എന്ന് മലയാളത്തിൽ പറയാം. പ്രച്ഛന്ന വേഷം. ഇപ്പൊ പ്രാർത്ഥിക്കുമ്പോൾ പ്രച്ഛന്ന വേഷം കെട്ടരുത്. സ്തോത്രം. പ്രച്ഛന്ന വേഷം കെട്ടരുത്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടഭക്തിക്കാരെ പോലെ ആകരുത്. കോസ്മെറ്റിക് ചേഞ്ച് പ്രാർത്ഥനയിൽ പാടില്ല. നിങ്ങൾ എന്തായിരിക്കുന്നുവോ അതുപോലെ പ്രാർത്ഥനയിൽ ആയിരിക്കണം. അതുകൊണ്ടാണ് പുറപ്പാട് പുസ്തകത്തിൽ ഇങ്ങനെ ഒരു വാക്യം എഴുതിയിട്ടുണ്ട്, നിങ്ങൾ യാഗപീഠം പണിയുമ്പോൾ ചെത്തിയ കല്ലുകൊണ്ട് യാഗപീഠം പണിയരുത്. സ്തോത്രം. അല്ലേ പാർഷേ? ലിറ്റി ബ്രദറെ, അങ്ങനെ ഒരു വാക്യമില്ലേ? നിങ്ങൾ യാഗപീഠം പണിയുമ്പോൾ ചെത്തിയ കല്ലുകൊണ്ട് യാഗപീഠം പണിയരുത്. കല്ല് ക്വാറിയിൽ നിന്ന് എങ്ങനെ പൊട്ടിച്ചുകൊണ്ട് വരുന്നോ മൂർത്ത മുഖങ്ങളോടുകൂടെ തന്നെ ആ കല്ലുകൾ കൊണ്ട് തന്നെ യാഗപീഠം പണിയണം. അല്ലാതെ അതിന് മുഖം മാറ്റി അതിന് രൂപമാറ്റം വരുത്തി സുന്ദരമായി അടിച്ചൊതുക്കിയ ഒരു കല്ലുകൊണ്ടല്ല യാഗപീഠം പണിയേണ്ടത്. യാഗപീഠം പണിയേണ്ട കല്ല് എങ്ങനെ ആ കല്ല് പൊട്ടിച്ചിട്ടെടുത്ത് കിടക്കുന്നുവോ അതുകൊണ്ട് കൂർത്ത മുഖങ്ങളുമായിട്ട് കൊണ്ട് തന്നെ യാഗപീഠം പണിയണം. സ്തോത്രം. നിങ്ങൾ യാഗപീഠം പണിയുമ്പോൾ ചെത്തിയ കല്ലുകൊണ്ട് യാഗപീഠം പണിയരുത്. ഒരു സ്തോത്രം പറയാം. അപ്പൊ ദൈവം പാകെ എങ്ങനെയാ വരുന്നത്? എൻ്റെ ദൈവമേ ഞാൻ എന്തായിരിക്കുന്നുവോ അതുപോലെ നിന്റെ അടുക്കലേക്ക് വിങ്ങിപ്പൊട്ടിയ ഹൃദയവുമായി, വേദനയോടുകൂടെ കണ്ണുനീരിൽ ചാലിച്ച ഹൃദയവുമായി, വാക്കുകളുമായി നിന്റെ അടുക്കലേക്ക് ഞാൻ വരുന്നു. സ്തോത്രം. ഹന്ന അങ്ങനെ പ്രാർത്ഥിച്ചെന്നാ വായിക്കുന്നത്. അതാണ് പോസ്റ്റേഴ്സ് ഓഫ് പ്രെയർ. അത് നമ്മൾ പഠിക്കുന്നുണ്ട്. സ്തോത്രം. അപ്പൊ എങ്ങനെ ആയിരിക്കണം? കപടഭക്തിക്കാരെ പോലെ ആകരുത്. എല്ലാവരും ഒന്ന് പറഞ്ഞേ, കപടഭക്തിക്കാരെ പോലെ ആകരുത്. 2, 6 വാക്യം വായിച്ച സിസ്റ്ററെ. 6 വാക്യം. നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കാം. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. 2, do not pray in publicly. പരസ്യ ബഹുമാനം വാങ്ങുവാൻ, പ്രാർത്ഥിക്കുന്ന ആളാണെന്ന് ചിത്രീകരിക്കുവാൻ, ഞാനൊരു ഭക്തയാണ്, ഞാൻ പ്രാർത്ഥിക്കുന്ന ദൈവത്തോട് അടുത്തിരിക്കുന്ന ആളാണെന്നുള്ള ഭാവത്തിൽ പ്രാർത്ഥിക്കരുത്. അതാണ് അതിന്റെ അർത്ഥം. ഡു നോട്ട് പ്രേ ഇൻ പബ്ലിക്കലി, pray in privately. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടക്കണം, വാതിലടയ്ക്കണം, രഹസ്യത്തിൽ കാണുന്ന ദൈവത്തോട് പ്രാർത്ഥിക്കണം. പ്രൈവറ്റ് പ്രയർ റിവീൽസ് യുവർ പബ്ലിക് ലൈഫ്. അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം. പ്രൈവറ്റ്ലി പ്രാർത്ഥിക്കുന്നവർക്ക് മാത്രമേ പബ്ലിക്കലി ഷൈൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. പബ്ലിക്കലി ഷൈൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഗിദെയോനെ കർത്താവ് വിളിച്ചപ്പോൾ ഉടനെ ഗിദെയോൻ വീട്ടിലോട്ട് പോയി. അവിടെയുള്ള അശേര പ്രതിഷ്ഠകളെ നശിപ്പിച്ചു. അപ്പന്റെ വിഗ്രഹങ്ങളെ നീക്കിക്കളഞ്ഞു. അവിടെ ഉണ്ടായിരുന്ന മൃഗങ്ങളെ ബലി കൊടുത്തു. പ്രൈവറ്റ്ലി ഇതെല്ലാം ചെയ്തിട്ട് പുറത്തോട്ട് താൻ ഇറങ്ങി വന്നപ്പോൾ തനിക്കൊരു സൈന്യത്തിന്റെ ആവശ്യം വേണ്ടിയിരുന്നില്ല ഒരു ശത്രു സൈന്യത്തെ തുരത്താൻ. പ്രൈവറ്റ് വിക്ടറി. രഹസ്യ ജീവിതത്തിൽ പ്രാർത്ഥനയുള്ളവർക്ക് മാത്രമേ പരസ്യ ജീവിതത്തിൽ കൂടുതൽ വിളങ്ങാൻ കഴിയൂ. കർത്താവായ യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷയുടെ അടിസ്ഥാനം അതാണ്. രാത്രി മുഴുവൻ ഒലിവുമലയിൽ പോയി പാർക്കും. പിന്നെന്ത് ചെയ്യും? പകല് പള്ളികളിൽ പ്രസംഗിക്കും, ഭൂതങ്ങളെ പുറത്താക്കും, രോഗികളെ സൗഖ്യമാക്കും. സ്തോത്രം. നമുക്ക് അതാ ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷയുടെ ഓർഡർ കിടപ്പുണ്ട്. പ്രയർ, പ്രീച്ച്, പെർഫോമൻസ്.
അതാണ് ആ ഓർഡർ. കേട്ടെ, പ്രയർ, പ്രീച്ചിങ് ആൻഡ് പെർഫോമൻസ്. അതാ യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷയുടെ ഓർഡർ 1-ാം അധ്യായത്തിൽ എഴുതി, ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്, ഒരു പാരഗ്രാഫിനകത്ത് എഴുതിയിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഏറ്റവും ആദ്യം തൊട്ട് ആരംഭിക്കാൻ നമുക്ക് ആഗ്രഹം എന്താ? ആഗ്രഹം പെർഫോമൻസ്. ഇന്ന് നമ്മളെല്ലാം പെർഫോമൻസ് ആഗ്രഹിക്കുന്നവരാ, അല്ലേ? ആരും ചിരിക്കുന്നില്ലെങ്കിലും നിങ്ങളുടെ മുഖഭാവം കാണുമ്പോൾ എനിക്കറിയാം നമുക്കെല്ലാം പെർഫോമൻസ് മതി. ബട്ട് പെർഫോമൻസ് ഈസ് ഡിപ്പെൻഡ്സ് ഓൺ യുവർ പ്രയർ. പെർഫോമൻസ് ഈസ് ഡിപ്പെൻഡ്സ് ഓൺ യുവർ പ്രയർ. യുവർ പ്രീച്ചിങ് ഈസ് ഡിപ്പെൻഡ്സ് ഓൺ യുവർ പ്രയർ. സ്തോത്രം. അത് കർത്താവായ യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷയിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടതായ കാര്യമാണ്. അപ്പൊ രണ്ടാമതായിട്ട് ഡോണ്ട് എന്താണ്? പരസ്യ സ്ഥലങ്ങളിൽ നിന്ന് പ്രാർത്ഥിക്കരുത് എന്ന് പറഞ്ഞാൽ ഡു നോട്ട് പ്രേ ഇൻ പബ്ലിക്കലി. ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരാളാണ്. ഞാൻ ആരാണെന്ന് അറിയാമോ? ഞാൻ കൂടുതൽ പ്രാർത്ഥിക്കുന്ന ഒരാളാണ്, ഞാൻ പ്രാർത്ഥനാ മനുഷ്യനാണ് എന്നൊക്കെ കാണിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കരുത്. സ്തോത്രം. ഏലിയാവ് കർമ്മേൽ പർവ്വതത്തിന്റെ കരിമ്പാറ കെട്ടുകൾക്ക് മുകളിൽ ആകാശം ചുട്ടു പഴുത്തൊലിച്ചിറങ്ങുന്ന ചൂടിലും ഏകനായി തന്റെ മുഖത്തെ മുഴങ്കാലുകൾക്കിടയിൽ ഒളിപ്പിച്ചു വെച്ച് പ്രാർത്ഥിക്കുക. ആ കത്തിജ്വലിക്കുന്ന സൂര്യന്റെ ചൂട് മുഖത്തേൽക്കാതെ താന് മുഴങ്കാലുകൾക്കിടയിൽ തല ഒളിപ്പിച്ചു വെച്ച്, മുഖം ഒളിപ്പിച്ചു വെച്ച് ഏകനായി നിന്ന് പ്രാർത്ഥിച്ചിട്ട് ആ മുഖം ഉയർത്തുമ്പോൾ കാണുന്നത് എന്താണെന്നറിയാമോ? ആകാശ മണ്ഡലങ്ങൾ കാർമേഘ പടലം കൊണ്ട് മൂടുന്ന കാഴ്ചയാണ് താൻ കണ്ടത്. സ്തോത്രം. ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കണം. ദൈവജനമേ, ഈ ക്ലാസ്സിൽ കുറെ നോളജ് ഉണ്ടാക്കി പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. പ്രാർത്ഥിക്കുവാൻ ഒരാളെങ്കിലും ഒരുങ്ങിയാൽ ഈ പ്രാർത്ഥന എന്ന് പറയുന്ന ക്ലാസ് വിജയിച്ചു എന്ന് ഞാൻ കരുതുകയാണ്. സ്തോത്രം. കഴിഞ്ഞ ആഴ്ചയിലെ ക്ലാസ് കഴിഞ്ഞപ്പോൾ ഒരു സിസ്റ്റർ എനിക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ചു. കഴിഞ്ഞ ആഴ്ചയിലെ ആ ക്ലാസ് കഴിഞ്ഞപ്പോഴത്തേക്കിന് ഉണ്ടായ ഒരു അത്ഭുതത്തെക്കുറിച്ച് വാട്സപ്പിൽ എനിക്ക് മെസ്സേജ് ചെയ്തു. സ്തോത്രം. അവിടെയാണ് എനിക്ക് വീണ്ടും കോൺഫിഡൻസ് ഉണ്ടായത്. പരസ്യ സ്ഥലങ്ങളിൽ നിന്ന് പ്രാർത്ഥിക്കരുത്. എന്ത് ചെയ്യണം? രഹസ്യമായി പ്രാർത്ഥിക്കണം. ഇന്നു മുതൽ രഹസ്യ പ്രാർത്ഥന വർദ്ധിപ്പിക്കണം. കുഞ്ഞുങ്ങളൊക്കെ കടന്നുറങ്ങുമ്പോൾ ഉണ്ടല്ലോ, അവർ ഉറങ്ങിക്കഴിഞ്ഞാൽ അവരുടെ അടുത്ത് പോയിരുന്നൊക്കെ ഒന്ന് പ്രാർത്ഥിക്കണം. അവരറിയലായിരിക്കും, എന്നാലും അവരുടെ ദേഹത്തൊന്ന് കൈവച്ച്, അവരുടെ കട്ടിലെ കൈവച്ചിട്ട്, അവർ കോളേജ് സ്കൂളിലൊക്കെ പോകുമ്പോൾ വേണമെങ്കിൽ ആ കട്ടിലയിലൊക്കെ ഒന്ന് കൈവച്ച്, അവരുടെ സ്റ്റഡി റൂമിന്റെ അകത്ത് കയറിയിട്ടേ ആ മേശപ്പുറത്തൊക്കെ ഒന്ന് കൈവച്ച് പ്രാർത്ഥിക്കണം. സ്തോത്രം. എൻ്റെ അമ്മ ഞങ്ങളെ കഴുകാൻ വെച്ചിരുന്ന തൂക്കിയിട്ടിരിക്കുന്ന തുണിയെ കൈവച്ച് പ്രാർത്ഥിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. സ്തോത്രം. കഴുകാനൊക്കെ എടുത്തിടുന്ന തുണികളുണ്ട് മുറിക്കകത്ത്, അതേപോലും കൈവച്ച് എൻ്റെ അമ്മ പ്രാർത്ഥിക്കുമായിരുന്നു. സ്തോത്രം. ഞാൻ സിവിൽ എഞ്ചിനീയറിംഗ് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ടീ സ്കെയിലുണ്ട്, ടീ സ്കെയില്. അത് ഒടിഞ്ഞു പോയിട്ട് ഇങ്ങനെ ഒരാണിയിൽ ഇങ്ങനെ ഭിത്തിയെ തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു. ഒരു ദിവസം അത് കണ്ടില്ല. അപ്പൊ ഞാൻ ആകെപ്പാടെ ആ ഒടിഞ്ഞ സ്കെയില് അന്ന് ഉണ്ടായിരുന്നു. ഇത് കാണാഞ്ഞിട്ട് ഞാനിങ്ങനെ അന്വേഷിച്ച് നോക്കിയപ്പോ എല്ലാ മുറിയിലും ആരും കൊണ്ടുപോകാനാ? അമ്മ ടീ സ്കെയിൽ എടുത്തുകൊണ്ട് പോകുന്നു. സ്വപ്നത്തിൽ പോലും ഞാൻ ഓർത്തു. ഞാന് എൻ്റെ പപ്പയുടെയും മമ്മിയുടെ മുറി ചെന്ന് നോക്കിയപ്പോ അത് അവരുടെ ബെഡ്റൂമിന്റെ അകത്തുണ്ടായിരുന്നു. ഞാൻ അമ്മയോട് ദേഷ്യപ്പെട്ട്, ഇതെന്തിനാ എടുത്തോണ്ട് പോകും? എൻ്റെ ടീ സ്കെയിൽ കൊണ്ട് അമ്മയ്ക്ക് എന്നാ ആവശ്യം? പൂച്ച ഓടിക്കാനാണോ? പിള്ളേരെ തല്ലാനാണോ? എന്തിനാ? അന്നേരം എൻ്റെ ചേച്ചി, എൻ്റെ പെങ്ങൾ എന്നോട് പറഞ്ഞു, ഇന്നലെ മമ്മി നിന്റെ ടീ സ്കെയിൽ എടുത്തുകൊണ്ട് പോയി പ്രാർത്ഥിക്കുന്ന ഞാൻ കണ്ട, അതിന് പ്രാർത്ഥിക്കാൻ വല്ലതും എടുത്തുകൊണ്ട് പോയതായിരിക്കും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സ്തോത്രം. ഞാൻ ആ വാക്കുകളിൽ നിന്ന് പെട്ടെന്ന് ഞാൻ ഓടി രക്ഷപ്പെടുക. അടുത്ത വാക്ക് 5-ന്റെ 6-ാം അധ്യായം 7-ാം വാക്യം ഒന്ന് വായിച്ച സിസ്റ്ററെ. 6-ന്റെ 7. നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. പ്രാർത്ഥനയിൽ നിങ്ങൾ ജാതികളെ പോലെ ജൽപ്പനം ചെയ്യരുത്, അതിഭാഷണത്താൽ ഉത്തരം കിട്ടുമെന്നല്ലോ അവർക്ക് തോന്നുന്നത്. 6-ന്റെ 7 പറയാം. 3-ാമത്തെ കാര്യം എന്തെന്നറിയാമോ? അവോയ്ഡ് വെയിൻ റെപ്പറ്റേഷൻ. അവോയ്ഡ് വെയിൻ റെപ്പറ്റേഷൻ. ജൽപ്പനം ചെയ്യരുത്. വ്യർത്ഥമായ ആവർത്തനങ്ങൾ പ്രാർത്ഥനയിൽ ഒഴിവാക്കുക. റീഡണ്ടൻസി എന്ന് പറയും ഇംഗ്ലീഷിൽ. റീഡണ്ടൻസി, ആവർത്തനം ഒഴിവാക്കണം. നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മളത് ജൽപ്പനം ചെയ്യും.
ഒരുപക്ഷെ മലയാള വാക്ക് പരിചിതമല്ലാത്തത് കൊണ്ട് ജൽപ്പനം എന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് അറിഞ്ഞുകൂടാ. ആവർത്തിക്കുക, പറഞ്ഞത് തന്നെയും പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുക, അത് തന്നെ അതിൻ്റെ അർത്ഥം. പ്രാർത്ഥനയ്ക്കകത്ത് അനാവശ്യമായ വാക്കുകളോ പ്രാർത്ഥനയ്ക്കകത്ത് അനാവശ്യമായ റിക്വസ്റ്റുകളോ പെറ്റീഷൻസോ സപ്ലിക്കേഷൻസോ അനാവശ്യമായി റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കരുത്, ആവർത്തിച്ചുകൊണ്ടിരിക്കരുത്. സ്തോത്രം. കാരണം കർത്താവിനോട് ഒരിക്കൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവ് അത് അംഗീകരിച്ചു, കർത്താവ് അത് ഏറ്റെടുത്തു. അത് ഈ പരീശന്മാരുടെ ഒരു രീതിയായിരുന്നു. അനാവശ്യമായി ജൽപ്പനം ചെയ്തുകൊണ്ടിരിക്കുക, അനാവശ്യമായി നിലവിളിച്ചുകൊണ്ടിരിക്കുക, അനാവശ്യമായി പറഞ്ഞുകൊണ്ടിരിക്കുക. സ്തോത്രം. ഹന്ന ദൈവാലയത്തിൽ ചെന്ന് പ്രാർത്ഥിച്ചു, പിന്നീട് അവൾ ദുഃഖിച്ചില്ല എന്ന് എഴുതിയിരിക്കുന്നു, അല്ലെ? പിന്നീട് അവർ 1 ശമൂവേൽ പ്രവാചന പുസ്തകം 1-ാം അധ്യായത്തിൽ ആ വാക്ക് എഴുതിയിട്ടുണ്ട്. പിന്നെ അവൾ ആ കാര്യം പറഞ്ഞ് ദുഃഖിച്ചില്ല. മക്കളില്ലാത്ത കാര്യം പറഞ്ഞ് പിന്നെ അവൾ ദുഃഖിക്കാൻ പോയിട്ടില്ല. കാരണം എന്താ? ഞാൻ എൻ്റെ ദൈവത്തോട് ആ കാര്യം പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഇനി ആ കാര്യം ഞാൻ ആവർത്തിച്ച് വിലപിക്കേണ്ട ആവശ്യമില്ല. Seek the kingdom of God first and those things shall be added unto you. നിങ്ങൾ വിചാരപ്പെടുന്ന മേൽപ്പറഞ്ഞ സകല കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് നൽകി തരാമെന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ആവർത്തിക്കരുത്, ആവർത്തന വിരസത ഒഴിവാക്കണം. അടുത്ത കാര്യം 6-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം, 6:16. ഉപവസിക്കുമ്പോൾ നിങ്ങൾ കപടഭക്തിക്കാരെ പോലെ വാടിയ മുഖം കാണിക്കരുത്. അവർ ഉപവസിക്കുന്നത് മനുഷ്യർക്ക് വിളങ്ങേണ്ടത് മുഖം വിരൂപമാക്കുന്നു. അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. അടുത്തതാണ് അവോയ്ഡ് സാഡ് എക്സ്പ്രഷൻ. കോണ്ടനൻസ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ അവിടെ അതിന്റെ മലയാളത്തിലുള്ള അർത്ഥം ഒന്നുകൂടെ വിപുലീകരിച്ച് എഴുതിയിട്ടുണ്ട്. വാടിയ മുഖം കാണിക്കരുത്, മുഖം വിരൂപമാക്കരുത്. അവോയ്ഡ് സാഡ് എക്സ്പ്രഷൻ. എന്നോണ്ട് വിശേഷം സഹോദരി? എന്നാ പറയാനാ, നമ്മുടെ ആ മുഖത്ത് മുഴുവൻ പ്രാർത്ഥനാ വിഷയം മുഴുവൻ മുഖത്താണ്. ചർച്ചിൽ പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തെ കാര്യമായി പറയുന്നത്. അങ്ങോട്ട് പോകുമ്പോഴാണ് പിന്നെ തിരിച്ചു വരുമ്പോഴും നമ്മൾ അങ്ങോട്ട് ഇട്ടോണ്ട് പോയ ചെരുപ്പ് ഇങ്ങോട്ട് ഇട്ടോണ്ട് വരുന്ന പോലെയാ ചിലർ ആരാധനാലയത്തിൽ പോയിട്ട് വരുമ്പോൾ. സ്തോത്രം. അങ്ങോട്ട് ഇട്ടോണ്ട് പോയ ചെരുപ്പ് അത് തന്നെ ഇട്ടോണ്ട് വരുന്നത് പോലെ അങ്ങോട്ട് പോയ മുഖഭാവത്തോടു കൂടെ ഇങ്ങോട്ട് വരല്ലേ പ്രാർത്ഥന കഴിഞ്ഞ്. സ്തോത്രം. കാരണം കർത്താവിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു, അവൻ എനിക്ക് മറുപടി നൽകിയിരിക്കുന്നു. ഇന്നല്ലെങ്കിൽ നാളെ, നാളെ അല്ലെങ്കിൽ മറ്റന്നാള് എന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടുമെന്നുള്ള ഭാവത്തിൽ വീട്ടിലേക്ക് പോകണം. സ്തോത്രം. അപ്പൊ വാടിയ മുഖം കാണിക്കരുത്, പിന്നെ മുഖം വിരൂപമാക്കരുത്. യാതൊരു കാരണവശാലും മുഖം വിരൂപമാക്കരുത്. അപ്പൊ ഈ 4 കാര്യങ്ങൾ അവോയ്ഡ് ചെയ്തോണം പ്രാർത്ഥനയിൽ. ഇന്ന് മുതൽ പ്രാർത്ഥനയെ കുറിച്ച് പഠിക്കണം. എന്നിട്ട് ഇത് മനസ്സിൽ നിൽക്കണം. എന്ത് ചെയ്യണം? കപടഭക്തിക്കാരെ പോലെ ആകരുത്. ഒന്ന്, ആ നോട്ടൊന്ന് ശ്രദ്ധിച്ചേ. കപടഭക്തിക്കാരെ പോലെ ആകരുത്. ഡു നോട്ട് ആസ് ദ ഹിപ്പോക്രൈറ്റ്സ്. കപടഭക്തിക്കാരെ പോലെ ആകരുത്. ഡു നോട്ട് പ്രേ ഇൻ പബ്ലിക്കലി. പരസ്യ സ്ഥലങ്ങളിൽ നിന്ന് മറ്റുള്ളവർക്ക് കാണേണ്ടതിന് പ്രാർത്ഥിക്കുന്ന ആളാണെന്ന് കാണിക്കുവാൻ ഒരിക്കലും പ്രാർത്ഥിക്കരുത്. സ്തോത്രം. 3, അവോയ്ഡ് വെയിൻ റെപ്പറ്റേഷൻ. ജൽപ്പനം ചെയ്യരുത്, വ്യർത്ഥമായ ആവർത്തനങ്ങൾ ഒഴിവാക്കണം. 4, അവോയ്ഡ് സാഡ് എക്സ്പ്രഷൻ. വാടിയ മുഖം കാണിക്കരുത് പ്രാർത്ഥനയിൽ. ഈ 4 കാര്യം അവോയ്ഡ് ചെയ്യണമെന്ന് കർത്താവ് പറഞ്ഞതിന് ശേഷമാണ് പ്രാർത്ഥന പഠിപ്പിക്കുന്നത്. സ്തോത്രം. ഈ കാര്യം പ്രാർത്ഥനയിൽ പറയാം. എന്നിട്ട് പ്രാർത്ഥനയുടെ ഭാവം എന്തായിരിക്കണം? ഡു എന്താ പ്രാർത്ഥനയ്ക്കകത്തെ? അതും കൂടെ ഇതൊരു തുടർച്ചയായതുകൊണ്ട് അതും കൂടെ പറഞ്ഞിട്ട് ഞാൻ മുൻപോട്ട് പോകാം. പ്രാർത്ഥനയുടെ ഭാവം എന്തായിരിക്കും? ഏറ്റവും കുറഞ്ഞ 7 ഭാവം വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. പ്രാർത്ഥിക്കുമ്പോൾ നാം എന്തായിരിക്കണം, എന്തായിരിക്കരുതെന്ന് പറഞ്ഞു. എന്തായിരിക്കണം? സ്തോത്രം. യു ക്യാൻ പ്രേ ഫ്രം എനി പൊസിഷൻ, ബട്ട് ദ ബൈബിൾ സ്പെഷ്യലി മെൻഷൻ അറ്റ്ലീസ്റ്റ് 7 or 8 postures. പ്രാർത്ഥനയുടെ വാക്കുകൾ എന്തുമായിരിക്കാം, പ്രാർത്ഥനയുടെ രീതി എന്തുമായിരിക്കാം, ഏത് തരത്തിൽ വേണമെങ്കിലും പ്രാർത്ഥിക്കാം. പക്ഷെങ്കിൽ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ചില ഭാവങ്ങൾ ഞാൻ പറയാം. 1, ദാവീദ് പ്രാർത്ഥിച്ചതിനെ കുറിച്ച് വേദപുസ്തകം പറയുന്നു. കിങ് ഡേവിഡ് എങ്ങനെയാ പ്രാർത്ഥിച്ചത്? ശമൂവേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം പുസ്തകം 7-ാം അധ്യായം 18-ാമത്തെ വാക്യം. ശമൂവേൽ പ്രവാചകന്റെ 2-ാം പുസ്തകം
7-ാം അധ്യായം 18-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. അപ്പോൾ ദാവീദ് രാജാവ് അടുത്തു ചെന്ന് അകത്ത് ചെന്ന് യഹോവയുടെ സന്നിധിയിൽ ഇരുന്ന് പറഞ്ഞ എന്തെന്നാൽ, ഉം, കർത്താവായ യഹോവേ, നീ എന്നെ ഇത്രത്തോളം കൊണ്ടുവരുവാൻ ഞാൻ ആർ? എന്റെ ഗൃഹവും എന്തുള്ളൂ? മതി. കർത്താവായ യഹോവേ, ഇതും പോരാ എന്ന് നിനക്ക് തോന്നിയിട്ട് വരുവാനുള്ള ദീർഘകാലത്തേക്ക് അടിയന്റെ ഗൃഹത്തെക്കുറിച്ചും നീ അരുളി ചെയ്തിരിക്കുന്നു. മതി. കർത്താവായ യഹോവേ, ഇത് മനുഷ്യർക്ക് ഉപദേശമല്ലോ. അവിടെ ആദ്യത്തെ വാക്യത്തിൽ ശ്രദ്ധിച്ച് 7-18. അപ്പോൾ ദാവീദ് രാജാവ് അകത്ത് ചെന്നു യഹോവയുടെ സന്നിധിയിൽ ഇരുന്നു. അവിടെ ഒരു കോമയുണ്ട്. അപ്പോൾ ദാവീദ് രാജാവ് അകത്ത് ചെന്നു യഹോവയുടെ സന്നിധിയിൽ ഇരുന്നു. പറഞ്ഞത് എന്തെന്നാൽ അദ്ദേഹം ഒരുപക്ഷെ ഏതെങ്കിലും ഒരു പീഠത്തിൽ ഇരുന്നതായിരിക്കാം. പ്രാർത്ഥിക്കുമ്പോൾ ഈ ഭാവത്തിനകത്ത് യാതൊരു തെറ്റുമില്ല. ഇരുന്ന് പ്രാർത്ഥിക്കാം. സ്തോത്രം. നെഹമ്യാവിന്റെ പുസ്തകം 1:4 അവിടെ എഴുതിയിരിക്കുന്നത്, ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാൻ ഇരുന്ന് കരഞ്ഞു. 1:4. ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാൻ ഇരുന്ന് കരഞ്ഞു. കുറെ നാൾ ദുഃഖിച്ചും ഉപവസിച്ചും കൊണ്ട് സ്വർഗത്തിലെ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ച് പറഞ്ഞ എന്തെന്നാൽ. മതി. ഇവിടെ എഴുതിയിരിക്കുന്ന ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാൻ ഒരു സ്ഥലത്ത് പോയി ഇരുന്നു. ഒരു ഏകാന്ത പ്രദേശമായിരിക്കാം, അല്ലെങ്കിൽ ആ കൊട്ടാരത്തിന്റെ ഏതെങ്കിലും ഒരു കോർണർ ആയിരുന്നിരിക്കാം. ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാൻ ഇരുന്നു കരഞ്ഞു. കുറെ നാൾ ദുഃഖിച്ചും ഉപവസിച്ചും കൊണ്ട് സ്വർഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിച്ചത് എന്തെന്നാൽ. അപ്പൊ ഇരുന്ന് നിങ്ങൾക്കൊരു സ്ഥലത്ത് ഒരു പീഠത്തിന്മേലോ കസേരയിലോ പായിലോ എവിടെയെങ്കിലും ഇരുന്ന് പ്രാർത്ഥിക്കാം. അങ്ങനെയാണ് ദാവീദ് പ്രാർത്ഥിച്ച ദാവീദിന്റെ ഒരു ഭാവം. മോശ പ്രാർത്ഥിച്ച എങ്ങനെയാ? പുറപ്പാട് പുസ്തകം 34:8 ഒന്ന് വായിച്ചേ. പുറപ്പാട് പുസ്തകം 34:8. മോശ ബന്ധപ്പെട്ട് എന്നാൽ മോശ ബന്ധപ്പെട്ട് സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. മതി. കർത്താവേ, നിനക്ക് എന്നോട് കൃപയുണ്ടെങ്കിൽ കർത്താവ് ഞങ്ങളുടെ മധ്യേ നടക്കണമേ. ഓക്കെ, അത് പ്രാർത്ഥന താഴോട്ട് എഴുതിയിരിക്കുന്നതാണ്. അവിടെ എഴുതിയിരിക്കുന്നതാണ്, മോസസ് ബൗഡ് ടു ദ ഗ്രൗണ്ട് അറ്റ് വൺസ് ആൻഡ് വർഷിപ്ഡ്. മോസസ് ബൗഡ് ടു ദ ഗ്രൗണ്ട് അറ്റ് വൺസ് ആൻഡ് വർഷിപ്ഡ്. പ്രോസ്പുനിയോ എന്നൊരു വാക്കാണ് എഴുതിയിരിക്കുന്നത്, അല്ലെങ്കിൽ ബറാഖ എന്ന് പറഞ്ഞാൽ എന്താണ്? മോശ ബന്ധപ്പെട്ട് സാഷ്ടാംഗം വീണ് നമസ്കരിച്ച് പ്രാർത്ഥിച്ചു. ബോവിങ് ഡൗൺ, കുമ്പിട്ട് വീണ് പ്രാർത്ഥിക്കുക. അപ്പൊ ഇങ്ങനെയുള്ള പ്രാർത്ഥനയ്ക്കകത്തൊരു പ്രത്യേകതയുണ്ട്. ദൈവം ഉത്തരം തന്നേ പറ്റൂ എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധിയും വാശിയും ആ പ്രാർത്ഥനയിലുണ്ട്. കുമ്പിട്ട് വീണ് കിടന്ന് ദൈവസന്നിധി പ്രാർത്ഥിക്കുക. സ്തോത്രം. ഇനി ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ വായിച്ച് ദാനിയേൽ മുട്ടുകുത്തി ദൈവത്തോട് പ്രാർത്ഥിച്ചു. 6:10. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 10-ാം വാക്യം. എന്നാൽ രേഖ എഴുതിയിരിക്കുന്നു എന്ന് ദാനിയേൽ അറിഞ്ഞപ്പോൾ അവൻ വീട്ടിൽ ചെന്ന് അവന്റെ മാളികമുറിയുടെ കിളിവാതിൽ യെരുസലേമിന് നേരെ തുറന്നിരുന്നു. താൻ മുമ്പേ ചെയ്തു വന്നതുപോലെ ദിവസം 3 പ്രാവശ്യം മുട്ടുകുത്തി തന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തു. പ്രാർത്ഥനയുടെ ഒരു ഭാവമാണത്. ഡാനിയേൽ knelt 3 times a day. മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന സ്വഭാവം യഹൂദന്മാർക്കുണ്ടായിരുന്നു. അവർക്ക് 3 ദിവസത്തെ പ്രത്യേക പ്രാർത്ഥനയുണ്ട്. അവൻ ദിവസം ചെയ്തു വന്നതുപോലെ മുട്ടുകുത്തി തന്റെ ദൈവത്തിന് സന്നിധിയിൽ പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തു. സ്തോത്രം. അപ്പൊ മുട്ടുകുത്തി പ്രാർത്ഥിക്കുക, നീലിംഗ് ഡൗൺ, മുട്ടുകുത്തി പ്രാർത്ഥിക്കാം. സ്തോത്രം. ഇനി ശലോമോൻ പ്രാർത്ഥിച്ച എങ്ങനെയാണെന്ന് അറിയാമോ? ഈ ദാവീദിന്റെ മകനായ വിശ്വവിഖ്യാതനായ വിസ്ഡമിൽ അഗ്രഗണ്യനായ ആ മനുഷ്യന്റെ പ്രാർത്ഥന സെക്കൻഡ് ക്രോണിക്കിൾസ് ചാപ്റ്റർ 6:13. 2 ദിനവൃത്താന്തങ്ങളുടെ 2-ാമത്തെ പുസ്തകം 6-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ ഒന്ന് വായിച്ചേ. 6:13. ശലോമോൻ 5 മുഴം നീളവും 5 മുഴം വീതിയും 3 മുഴം ഉയരവുമായിട്ട്
താമ്രം കൊണ്ട് ഒരു പീഠമുണ്ടാക്കി പ്രാകാരത്തിന്റെ നടുവിൽ വെച്ചിരുന്നു. അതിൽ അവൻ കയറി നിന്ന് ഇസ്രായേലിന്റെ സർവ്വസഭയ്ക്ക് മുമ്പാകെ മുട്ടുകുത്തി ആകാശത്തേക്ക് കൈമലർത്തി പറഞ്ഞത് എന്തെന്നാൽ, മതി. അവിടെ ഇരിക്കുന്നത് ശലോമോന്റെ പ്രാർത്ഥനയുടെ പ്രത്യേകത. പ്രാർത്ഥനയ്ക്ക് തന്നെ ഒരു പീഠം അദ്ദേഹം ഉണ്ടാക്കി, ഒരു പെഡസ്റ്റൽ, പ്രാർത്ഥനയ്ക്ക് വേണ്ടിയുള്ള ഒരു പെഡസ്റ്റൽ, ഒരു പീഠം ഉണ്ടാക്കി. 5 മുഴം നീളവും 5 മുഴം വീതിയും 3 മുഴം ഉയരവുമുള്ള ഒരു പ്രത്യേക പ്രാർത്ഥനാ സ്ഥലം താൻ നിർമ്മിച്ചുണ്ടാക്കി. താമ്രം കൊണ്ട് നിർമ്മിച്ചുണ്ടാക്കിയിട്ട് അതിന്റെ മേൽ താൻ കയറി നിന്നിട്ട് മുട്ടുകുത്തിയിട്ട് എന്ത് ചെയ്തു? ആകാശത്തിലേക്ക് തന്റെ 2 കൈകളെയും ഉയർത്തി. ആകാശത്തിലേക്ക് 2 കൈകൾ. ആ ചിത്രം ഒന്ന് മനസ്സിൽ വന്നേ. ആകാശത്തിലേക്ക് 2 കൈകളെ ഉയർത്തി. പുരുഷന്മാർ കോപവും വാഗ്വാദവും ഉപേക്ഷിച്ച് തങ്ങളുടെ വിശുദ്ധ കൈകളെ ഉയർത്തി പ്രാർത്ഥിപ്പീൻ. അതാണ് 5ാമത്തെ പ്രാർത്ഥന. തിമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനം 2:8. തിമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനം 2:8 എന്താ? ലിഫ്റ്റിംഗ് അപ്പ് യുവർ ഹാൻഡ്സ് ആൻഡ് പ്രേ. ലിഫ്റ്റിംഗ് അപ്പ് യുവർ ഹാൻഡ്സ് ആൻഡ് പ്രേ. കൈകളെ ആകാശമണ്ഡലത്തിലേക്ക് ഉയർത്തി, ചക്രവാള സീമയിലേക്ക് കൈകളെ ഉയർത്തി, ഈ എന്റെ കൈകളെ നിന്റെ കൈകൾ പിടിക്കണമെന്നുള്ള ഭാവത്തോടുകൂടെ പുരുഷന്മാർ എല്ലായിടവും കോപവും വാഗ്വാദവും വിട്ടകന്ന് വിശുദ്ധ കൈകളെ ഉയർത്തി പ്രാർത്ഥിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പൗലോസ് തിമോത്തിയോസിന് ലേഖനം എഴുതുമ്പോൾ പറയുകയാണ്. ശലോമോൻ അങ്ങനെയാ പ്രാർത്ഥിച്ച്. ആ പീഠത്തിന് മുകളിൽ കയറി നിന്നു. സകല ജനവും കാണുക, മുട്ടുകുത്തി 2 കൈകളെയും ആകാശത്തിലേക്ക് ഉയർത്തി മലർത്തി പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. കർത്താവ് എങ്ങനെയാ പ്രാർത്ഥിച്ചത്? കർത്താവിന്റെ പ്രാർത്ഥന യോഹന്നാന്റെ സുവിശേഷം 17:1 മഹാപുരോഹിത പ്രാർത്ഥനയിൽ എഴുതിയിട്ടുണ്ട്. 17:1 യോഹന്നാന്റെ സുവിശേഷം 17:1 എഴുതിയിരിക്കുന്നു. ഒന്ന് വായിക്കാം. ഇത് സംസാരിച്ചിട്ട് യേശു സ്വർഗത്തേക്ക് നോക്കി പറഞ്ഞു എന്തെന്നാൽ, പിതാവേ, നാഴിക വന്നിരിക്കുന്നു. നിന്റെ പുത്രൻ നിന്നെ മഹത്വപ്പെടുത്തേണ്ടതിന് പുത്രനെ മഹത്വപ്പെടുത്തണമേ. മതി. ഇത് സാധാരണ യഹൂദന്മാരുടെ ഒരു പ്രാർത്ഥനയാണ്. യഹൂദന്മാര് പ്രാർത്ഥിക്കുമ്പോൾ കണ്ണടക്കിയല്ല. അത് യഹൂദന്മാരുടെ ഒരു രീതിയാണ്. യഹൂദന്മാരുടെ ദ ജൂവിഷ് കോണ്ടസ്റ്റ് ഓഫ് പ്രെയർ, തൽമൂദിനകത്തും അവരുടെ പ്രധാന പുസ്തകങ്ങളിലും ഒക്കെ അവര് കണ്ണടക്കത്തില്ല പ്രാർത്ഥനയ്ക്കകത്ത്. എന്നിട്ട് അവരെന്ത് ചെയ്യും? പ്രാർത്ഥിക്കാം എന്ന് പറയുമ്പോൾ അവർ സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തും. അതവരുടെ രീതി. നമ്മൾ പ്രാർത്ഥിക്കാം എന്ന് പറയുമ്പോൾ നമ്മൾ അതിന്റെ കൂട്ടത്തിൽ പറയുന്ന 1-2 കാര്യമുണ്ട്. നമ്മുടെ തലകളെ വണക്കാം, കണ്ണുകൾ അടയ്ക്കാം. ആരും കേട്ടില്ലെന്ന് തോന്നുന്നു. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പറയുന്നത് എന്താ അലിസാന്റെ? എങ്ങും എഴുതിയിട്ടുള്ള ഒരു കാര്യമല്ല. നമ്മള് അതങ്ങനെ പറഞ്ഞ് ശീലിച്ചു പോയി. ഒത്തിരി ശീലം നമുക്കുണ്ട്. ഞാൻ പെന്തക്കോസുകാർക്ക് എതിരല്ല. ഞാനൊരു പെന്തക്കോസുകാരനാണ്. ഞാൻ എതിര് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഒത്തിരി എതിരുണ്ട്. 3 ഹല്ലേലൂയ പറയാം. സ്തോത്രം പറയാമെന്ന് പറഞ്ഞാൽ നമ്മൾ ഹല്ലേലൂയ പറയും. നമ്മുടെ കൈകളെ ഉയർത്തി സ്തോത്രം പറയാം എന്ന് പറയുമ്പോൾ ഹല്ലേലൂയ 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 എന്ന്. ഞാൻ ഓർക്കുന്ന കാലത്ത് ഈ 3 ഹല്ലേലൂയ വന്നത് ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അന്നുള്ള പ്രായമുള്ള ഒരു അപ്പച്ചൻ അദ്ദേഹം പറഞ്ഞു പഠിപ്പിച്ച് ഈ കേരളക്കരയിൽ കൂടെ മുഴുവൻ നടന്ന് പഠിപ്പിച്ച ഒരു പ്രാർത്ഥനയാ, പറച്ചില്ല. 3 ഹല്ലേലൂയ പറയാം. 1 ഹല്ലേലൂയ പിതാവിന്, 1 ഹല്ലേലൂയ പുത്രന്, 1 ഹല്ലേലൂയ പരിശുദ്ധാത്മാവിന്. അങ്ങനെ അദ്ദേഹം പഠിപ്പിച്ച് കേരളക്കര മുഴുവൻ നടന്ന ഒരു കാലം ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ ബാല്യകാലം. അങ്ങനെയാ നമ്മുടെ കൺവെൻഷൻ പന്തലുകളിലും പ്രാർത്ഥനാ സ്ഥലങ്ങളിലും സഭായോഗങ്ങളിലും 3 ഹല്ലേലൂയ വന്നത്. എങ്ങനെയാ വന്നേ? പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും. നമ്മുടെ കൈകളെ ഉയർത്തി 3 ഹല്ലേലൂയ പറയാം. അങ്ങനെ പറഞ്ഞല്ലേ നിർത്തുന്നേ. 4 ഹല്ലേലൂയ പറഞ്ഞാൽ എന്നാ കുഴപ്പം? 1 ഹല്ലേലൂയ പറഞ്ഞാൽ എന്നാ കുഴപ്പം? പക്ഷെ നമ്മളങ്ങ് നാവിലങ്ങ് വന്നുപോയി. എങ്ങും ചെന്ന് വഴക്കുണ്ടാക്കരുതേ. ഇത് നമ്മുടെ ഇടയിൽ വന്നുപോയതാ, പഴയ കാലത്തെ ആ കാര്യങ്ങളാ. അതുകൊണ്ട് 3 ഹല്ലേലൂയ പറയുന്നത് തെറ്റാണെന്നല്ല ഞാൻ പറഞ്ഞത്, അത് കടന്നു വന്ന രീതിയാണ് ഞാൻ പറഞ്ഞത്. ഈ യഹൂദന്മാരുടെ പ്രാർത്ഥനാ രീതി നമ്മുടെ പ്രാർത്ഥനയ്ക്ക് എതിരാ. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പറയുന്നത് എന്താ? നമുക്ക് പ്രാർത്ഥിക്കാം, കണ്ണുകളെ അടയ്ക്കാം, തലകളെ വണക്കാം. യഹൂദന്മാര് പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാ? കണ്ണടയ്ക്കത്തില്ല, തല വണക്കത്തില്ല,
കണ്ണു തുറക്കും, സ്വർഗത്തിലേക്ക് നോക്കും. അതാണ് വേദപുസ്തകത്തിന്റെ പ്രാർത്ഥനാ രീതി. പിണങ്ങിയെന്ന് തോന്നുന്നു, പിണങ്ങിയെന്ന് തോന്നുന്നു. യേശുക്രിസ്തുവിന്റെ പ്രാർത്ഥന, 5 അപ്പവും 2 മീനും കർത്താവ് കയ്യിലെടുത്ത് ലൂക്കോസ് 9:16 വായിച്ച സിസ്റ്ററെ. ലൂക്കോസ് 9:16. അവൻ 5 അപ്പവും 2 മീനും എടുത്തുകൊണ്ട് സ്വർഗത്തേക്ക് നോക്കി അവയെ അനുഗ്രഹിച്ച് നുറുക്കി പുരുഷാരത്തിനും വിളമ്പുവാൻ ശിഷ്യന്മാരുടെ കയ്യിൽ കൊടുത്തു. മതി. ഇവിടെ എഴുതിയിരിക്കുന്നത് എന്താണ്? അവൻ 5 അപ്പവും 2 മീനും എടുത്തുകൊണ്ട് സ്വർഗത്തേക്ക് നോക്കി. ഈ ഭാഗമൊക്കെ ഞങ്ങളെ പഠിപ്പിച്ച ഒരു യഹൂദനെന്ന് മാത്രമല്ല, അദ്ദേഹം അപ്പോസ്തലനായ പൗലോസിന്റെ വംശപാരമ്പര്യത്തിൽപ്പെട്ട ഒരാളാണ്. റോൺ ചാൾസ് എന്ന് പറയും അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം ഈ MA വറീസിന്റെ ചർച്ച വന്നിട്ടുണ്ട്. അദ്ദേഹം ഒരു ആർക്കിയോളജിസ്റ്റ് എന്ന് മാത്രമല്ല, ഇന്ന് നിങ്ങൾ യെരുശലേമിൽ ചെന്നാൽ അവിടുത്തെ പ്രസിദ്ധനായ ആർക്കിയോളജിസ്റ്റ് അപ്പോസ്തലനായ പൗലോസിന്റെ തലമുറയിൽപ്പെട്ട ഒരാളാണ്. അദ്ദേഹത്തിന് പലസ്തീനിൽ ഒരു ചർച്ച ഉണ്ട്. എനിക്ക് അദ്ദേഹത്തെ നേരിട്ട് അറിയാം. ഞങ്ങളെ ലണ്ടനിൽ വെച്ച് എബ്രായ ഭാഷയിൽ ഈ ഭാഗങ്ങൾ പഠിപ്പിച്ചത് അദ്ദേഹമാണ്. നമുക്ക് മലയാളികൾക്ക് ഇങ്ങനെ ഒരു പ്രാർത്ഥന ഉണ്ടെന്ന് അദ്ദേഹത്തിന് അറിയത്തില്ല. ഓരോ ക്ലാസ് കഴിയുമ്പം അദ്ദേഹം ഞങ്ങളെ എഴുന്നേപ്പിച്ച് നിർത്തിയിട്ട് ഈ യേശുക്രിസ്തുവിന്റെ പ്രാർത്ഥന ചൊല്ലിക്കും എബ്രായ ഭാഷയിൽ. ഏത് പാട്ടാ? അവിനു സെബഷമായി അവിനു സെബഷമായി. ഈ പ്രാർത്ഥന ചൊല്ലുമ്പോൾ അദ്ദേഹം ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട്. അല്പം പോലും തല താക്കാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ ഈ വ്യൂ നേരെ ആയിരിക്കണം. നമ്മൾ ഈശ്വര പ്രാർത്ഥനയൊക്കെ ചെല്ലുന്നല്ലോ, സ്കൂളിലൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ നിൽക്കിയല്ലേ അറ്റൻഷനായിട്ട്. എന്ന് പറഞ്ഞാല് തലേങ്ങാനും ഒന്ന് താത്തു പോയിട്ടുണ്ടെങ്കിൽ അന്ന് ആ സ്റ്റുഡന്റിന്റെ കഥ കഴിക്കുവാനോ അദ്ദേഹം. തല താഴ്ത്താൻ പാടില്ല. ഈ പ്രാർത്ഥിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു നിർബന്ധമായിരുന്നു. എങ്ങനെയാ അതിന്റെ പശ്ചാത്തലമോ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല, ശരിയോ തെറ്റോ നമുക്ക് പിന്നീട് പറയാം. പക്ഷെ തല താഴ്ത്താൻ പാടില്ല. അദ്ദേഹം പറയുന്നത് തല താഴ്ത്താതെ പാടേണ്ട പ്രാർത്ഥനയാണ്. യഹൂദന്മാർ പ്രാർത്ഥിക്കുമ്പോൾ അവർ ഉയരത്തിലേക്ക് തല ഉയർത്തും. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം കൂടെ, ഒരു സ്പിരിച്വൽ ആപ്ലിക്കേഷൻ ഈ പ്രാർത്ഥനയ്ക്കകത്ത് ഞാൻ പറഞ്ഞേക്കാം. 5 അപ്പവും 2 മീനേ കയ്യിലുള്ളൂ. ഭക്ഷിക്കാൻ എത്ര പേരുണ്ട്? 5000 പുരുഷന്മാരും പിന്നെ സ്ത്രീകളും കുട്ടികളും. 5 അപ്പം കൊണ്ട് ഇത് എന്താകാനാ? അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, വിഭവങ്ങൾ കുറവും റിസോഴ്സസ് കുറവും നീഡ് കൂടുതലുമാണെങ്കിൽ നിങ്ങളുടെ ആ കുറച്ച് റിസോഴ്സസ് എടുത്ത് സ്വർഗത്തിലെ ദൈവത്തിങ്കിലേക്ക് നിങ്ങൾ നോക്കണം എന്നാ പറഞ്ഞത്. അതാണ് പ്രാർത്ഥന. നിങ്ങളുടെ കയ്യിൽ വിഭവങ്ങൾ കുറവും റിസോഴ്സസ് കുറവും നിങ്ങളുടെ മുൻപിൽ ആവശ്യങ്ങൾ കൂടുതലുമാണെങ്കിൽ എന്ത് ചെയ്യണം? ആ കുറച്ച് വിഭവങ്ങൾ എടുത്തിട്ട് സ്വർഗത്തിലെ ദൈവത്തിന്റെ മുഖത്തേക്ക് തലകളെ ഉയർത്തണം. സ്തോത്രം. അപ്പൊ യഹൂദന്മാരുടെ പ്രാർത്ഥനയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ചുങ്കക്കാര് പ്രാർത്ഥിക്കുന്നത് ഒരു നെഗറ്റീവ് എഴുതിയിട്ടുണ്ട് വേദപുസ്തകത്തില്. സ്വർഗത്തേക്ക് നോക്കുവാൻ പോലും തുനിയാതെ, അല്ലേ? ഒന്ന് വായിച്ചേ, ലൂക്കോസ് 18:13. ലൂക്കോസ് 18:13. ചുങ്കക്കാരനോ ദൂരത്ത് നിന്നുകൊണ്ട് സ്വർഗത്തേക്ക് നോക്കുവാൻ പോലും തുനിയാതെ മാറത്തടിച്ചു, ദൈവമേ പാപിയായ എന്നോട് കരുണയുണ്ടാകണമേ എന്ന് പറഞ്ഞു. ഒരു നെഗറ്റീവ് മീനിങ്ങിലാ പറയുന്നത്. ചുങ്കക്കാരൻ എങ്ങനെയാ പ്രാർത്ഥിക്കുന്നത്? ചുങ്കക്കാരനോ ദൂരത്ത് നിന്ന് സ്വർഗത്തേക്ക് പോലും നോക്കുവാൻ തുനിയാതെ. അതൊരു നെഗറ്റീവ് മീനിങ്ങിലാ പറയുന്നത്. അപ്പൊ അവര് സ്വർഗത്തിലേക്ക് നോക്കുകയല്ല, അത് നെഗറ്റീവാ. അങ്ങനെ പ്രാർത്ഥിക്കാൻ പാടില്ല. സ്തോത്രം. ദൈവത്തിന്റെ വചനത്തിൽ സ്റ്റീഫന്റെ പ്രാർത്ഥന എഴുതിയിട്ടുണ്ട്, സ്തെഫാനോസിന്റെ പ്രാർത്ഥന. പ്രവൃത്തിയുള്ള പുസ്തകം 7:55. പ്രവൃത്തിയുള്ള പുസ്തകം 7:55 എഴുതിയിരിക്കുന്നു, അവനോ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗത്തേക്ക് ഉറ്റുനോക്കി ദൈവമഹത്വവും ദൈവത്തിന്റെ വലത്തു ഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു.
അപ്പൊ ഇന്നു മുതൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എന്ത് ചെയ്യണം? കുനിഞ്ഞിരിക്കി നിങ്ങളുടെ തല സ്വർഗത്തിലേക്ക് ഉയർത്തണം. സ്വർഗത്തിലേക്ക് ഉയർത്തണം. എന്റെ ദൈവം വസിക്കുന്ന സ്വർഗത്തേക്ക്, ഹഷാമയീം, ദൈവം അവിടെ വസിക്കുന്നു എന്ന് അവർ വിശ്വസിക്കുന്നു. സ്വർഗസ്ഥലങ്ങളിൽ ദൈവം വസിക്കുന്നു എന്ന് അവർ വിചാരിച്ചുകൊണ്ട് സ്വർഗത്തേക്ക് നോക്കി അവർ പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ഇനി 7ാമത്തെ ഒരു പ്രാർത്ഥന പറഞ്ഞിട്ട് ആ വാക്ക് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അത് ഏലിയാവിന്റെ പ്രാർത്ഥനയാണ്. ഏലിയാവ് എങ്ങനെയാ പ്രാർത്ഥിക്കുന്നത്? നെഹമ്യാവിന്റെ പുസ്തകം 8-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ, നെഹമ്യാവിന്റെ പുസ്തകം 8-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ എസ്രായുടെ പ്രാർത്ഥന എഴുതിയിട്ടുണ്ട്. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 18-ാം അധ്യായം 42-ാമത്തെ വാക്യത്തിൽ ഏലിയാവിന്റെ പ്രാർത്ഥന എഴുതിയിട്ടുണ്ട്. ഈ 2 പ്രാർത്ഥനയുടെയും ഭാവങ്ങൾ ഒരുപോലെയാണ്. എസ്ര പ്രാർത്ഥിച്ച എങ്ങനെയാണ്? 8-ന്റെ 6-ൽ എസ്ര മഹാദൈവമായ യഹോവയെ സ്തുതിച്ചു ജനമൊക്കെ കൈ ഉയർത്തി ആമേൻ ആമേൻ എന്ന പ്രതിവചനം പറഞ്ഞു. വായിക്കാം. എസ്ര മഹാദൈവമായ യഹോവയെ സ്തുതിച്ച് ജനമൊക്കെയും കൈ ഉയർത്തി ആമേൻ ആമേൻ എന്ന് പ്രതിവചനം പറഞ്ഞു. വണങ്ങി സാഷ്ടാംഗം വീണ് യഹോവയെ നമസ്കരിച്ചു. കൈ ഉയർത്തി വണങ്ങി സാഷ്ടാംഗം വീണു പ്രാർത്ഥിച്ചു. സ്തോത്രം. എങ്ങനെയാ? കൈ ഉയർത്തി സാഷ്ടാംഗം വീണ് നമസ്കരിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രോസ്ട്രേറ്റിംഗ് എന്ന് പറയും. പ്രണമിക്കുക എന്ന വാക്ക് അവിടെ നിന്നാണ് വരുന്നത്. പ്രണമിക്കുക, സാഷ്ടാംഗം വീണുക. പ്രോസ്കുനിയോ എന്നാണ് ഗ്രീക്ക് വാക്കിൽ എഴുതിയിരിക്കുന്നത്. ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പം പറഞ്ഞിരിക്കുന്ന എക്സ്പ്ലെയിൻ ചെയ്യാം. ഇറ്റ് ഈസ് വെരി ഈസി. ഓക്കെ. തന്നെത്താൻ നീതീകരിക്കപ്പെട്ടവനായി പോയി എന്നാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, തന്നെത്താൻ നീതീകരിക്കപ്പെട്ടവനായി. ഓക്കെ, അപ്പൊ ഇവിടെ ശ്രദ്ധിച്ചേ, പ്രോസ്കുനിയോ എന്നൊരു വാക്ക്, ഈ പ്രോസ്കുനിയോ എന്ന വാക്ക് വരുന്നത് കർത്താവായ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ട് കല്ലറയിൽ നിന്ന് പുറത്തു വരുമ്പോൾ കുറെ സ്ത്രീകൾ വഴിയിൽ വെച്ച് കണ്ടുമുട്ടുന്നു. മത്തായി സുവിശേഷം 28-ാം അധ്യായത്തിൽ കുറെ സ്ത്രീകൾ വഴിയിൽ വെച്ച് കണ്ടുമുട്ടുമ്പോൾ യേശു ആണെന്ന് തിരിച്ചറിയുന്നു. തിരിച്ചറിഞ്ഞ ഉടനെ അവരെ കാൽപാദം തൊട്ട് വന്ദിച്ചു. കാൽപാദം തൊട്ട് വന്നിച്ച ആ പ്രക്രിയക്ക് പറയുന്ന പേരാണ് പ്രോസ്കുനിയോ. പ്രോസ്കുനിയോ എന്ന് പറഞ്ഞാൽ നെടുമ്പാട് വീഴുക, സാഷ്ടാംഗം വീഴുക, നിലത്ത് വീണ് കിടക്കുക. അതിന് പറയുന്ന പേരാണ് പ്രോസ്കുനിയോ. അതേ വാക്കാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. സ്തോത്രം. എന്താണ്? കൈ ഉയർത്തി വണങ്ങി സാഷ്ടാംഗം വീണ് എസ്ര പ്രാർത്ഥിക്കുന്നു. അതേ പ്രാർത്ഥനയാണ് രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 18-42. വായിക്കാം. 18-42. ഏലിയാവോ കർമ്മേൽ പർവ്വതത്തിന്റെ മുകളിൽ കയറി കുനിഞ്ഞ് മുഖം തന്റെ മുഴങ്കാലുകളുടെ നടുവിൽ വച്ചു. നോക്കുക, അവിടെ ശ്രദ്ധിച്ചേ. കർമ്മേൽ പർവ്വതത്തിന്റെ മുകളിൽ കയറി നിലത്ത് കുനിഞ്ഞ് മുഖം തന്റെ മുഴങ്കാലുകൾക്ക് നടുവിൽ വെച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പൊ ഇത് മറ്റൊരു പ്രാർത്ഥനാ ഭാവമാണ്. 7 പ്രാർത്ഥനാ ഭാവങ്ങൾ ഏറ്റവും കുറഞ്ഞത് ഞാൻ പറഞ്ഞു. ഇത് ഡു ഇൻ പ്രയർ ആണ്. പ്രാർത്ഥനയിൽ നമുക്ക് അനുകരിക്കാവുന്ന കാര്യം. എന്തുകൊണ്ട്? അത് വിശുദ്ധ തിരുവെഴുത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു. ഈ പറയപ്പെട്ട 7 പ്രാർത്ഥനകൾക്കും മറുപടി കിട്ടിയിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ആരോഗ്യം അനുവദിക്കുന്നതനുസരിച്ച്, ദൈവവചനം പറയുന്നതനുസരിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. ഇതിന്റെ അർത്ഥം ബഹുമാനം കുറഞ്ഞ് പ്രാർത്ഥിക്കരുത്, ബഹുമാന പുരസ്കരമല്ലാതെ പ്രാർത്ഥിക്കരുത്, ഈസിയായി പ്രാർത്ഥിക്കരുത്, നിസ്സാരമായി പ്രാർത്ഥിക്കരുത്. പ്രാർത്ഥിക്കുമ്പോൾ പലാൽ, സ്പീക്കിംഗ് ടു ദ ഹയർ അതോറിറ്റി ആണ്. സ്വർഗത്തിലെ വലിയ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതാണ് പ്രാർത്ഥന എന്നുള്ള ആഴമായ ബോധത്തിൽ നിന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കണം. ശ്വാസോച്ഛ്വാസം എടുക്കുന്നതിന് തുല്യമാണ് പ്രാർത്ഥന. പ്രാർത്ഥിക്കാതിരിക്കുവാൻ നമുക്ക് കഴിയുകയില്ല. നമ്മുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടു കൂടെ ദൈവത്തോട് അറിയിക്കാം. നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ശുശ്രൂഷകൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങളെ ഓർത്ത് ദൈവത്തോട് പ്രാർത്ഥിക്കാം. എപ്പോഴും ഒരു പ്രാർത്ഥനാ വാചകം നമ്മുടെ ഹൃദയത്തിലും നമ്മുടെ നാവിലും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഈ വചനങ്ങളാൽ ഇന്നത്തെ ക്ലാസ് പര്യവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ഓവർ ടു ദ ഹോസ്റ്റ്.